ഹായ്, ഞാൻ ശങ്കർ കൃഷ്ണൻ. നമ്മുടെ ഗിയർ വണ്ണിലത്തെ ഇന്നത്തെ എപ്പിസോഡിൽ ഫീച്ചർ ചെയ്യാൻ പോകുന്നത് FSR എന്നുള്ള ഒരു ടീമിൻ്റെ ഒരു റൈഡാണ്. ദേ ഗോയിങ് ഫോർ 2-day റൈഡ് ടു വാൽപ്പാറ. അപ്പോൾ നമ്മളൊരു മോർണിംഗിൽ തന്നെ ഒരുമിച്ചാണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത്. അവർ സ്റ്റാർട്ട് ചെയ്ത് കൊച്ചിയിൽ നിന്നാണ്. നമ്മളവരിപ്പം ജോയിൻ ചെയ്ത് തൃശ്ശൂരിൽ നിന്നാണ്. അറൗണ്ട് 10, 11, 12 ബൈക്സ് ഉണ്ട് ഇതിനകത്ത്. വൺ ഓഫ് ദി ബെസ്റ്റ് റൈഡേഴ്സ് ഗാങ് ഇൻ കേരളയാണ് ഇവർ. എന്നുവെച്ചാൽ അത്രയും ഓർഗനൈസ്ഡ് ആയിട്ടും അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് റൈഡേഴ്സിന് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഈ വാൽപ്പാറ വരുന്നെത്തുന്ന ഡിസ്റ്റൻസിൽ രണ്ടുപേരും ഓൺ ദി വേ ജോയിൻ ചെയ്തു. ദേ വെരി ഡിസിപ്ലിൻ റൈഡേഴ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചില ആൾക്കാരെ കാണാം ഒരു തരത്തിലുള്ള റോഡ് മാനേഴ്സും പാലിക്കാതെ പോകുന്ന പല ടൈപ്പിലും പല ആൾക്കാരും ഓടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഗാങ്ങിലെല്ലാവരും വളരെ ഡിസിപ്ലിൻ ആയിട്ടാണ് അവർ വെഹിക്കിൾസ് ഓടിക്കുന്നതും ആ ഒരു വെഹിക്കിൾ റൈഡേഴ്സ് തമ്മിലുള്ള കെമിസ്ട്രി. ഇപ്പോൾ പല റൈഡ് പോകുമ്പോഴും ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുന്നത് ദേ ക്വൈറ്റ് പ്രൊഫഷണൽ വെൻ ദേ ഡൂയിങ് ഓൾ ദീസ് റൈഡ്സ്. അപ്പോൾ ഒരുപാട് മെമ്പേഴ്സിനകത്തുള്ള എനിക്ക് പണ്ടോട്ട് ഞാൻ എൻ്റെ ഏഷ്യാനെറ്റിലത്തെ പണ്ടത്തെ അയൺ ഹാർട്സ് എന്നുള്ള പ്രോഗ്രാം ചെയ്യുമ്പോൾ മുതൽ എൻ്റെ കുറേ കണക്ഷൻസ് ഉള്ള ആൾക്കാർ ഇപ്പോഴും ദേ സ്റ്റിൽ റൈഡിങ് ദ ബൈക്ക്. പലരും അവരുടെ ബൈക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ എപ്പിസോഡിൽ ഇവരുടെ ബൈക്കിംഗ് എക്സ്പീരിയൻസ് അതുപോലെ ഇങ്ങനത്തെ ഒരു ഡേ ഔട്ട് വരുമ്പോൾ ദേ കെയിം ഫോർ 2 days ട്രിപ്പ്. ഇതിനകത്ത് ക്യാമ്പ് ഫയർ ഉണ്ട്, അവർ വീട്ടിൽ നിന്നെല്ലാം ഫുഡ് കൊണ്ടുവന്നുണ്ട്, കുറേ ഫിഷ് കൊണ്ടുവന്നുണ്ട്, ഇവിടെ ബാർബിക്യൂ രാത്രി. ഒരു അടിച്ചുപൊളിയാണ് ബേസിക്കലി പറഞ്ഞാൽ. ഈ 10 ആളും 12 ആളും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഷെയർ ചെയ്യാം. ഇറ്റ് ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. നമ്മുടെ ഈ കംപ്ലീറ്റ് റൈഡ് തന്നെ വന്ന കംപ്ലീറ്റ് റൂട്ട് തന്നെ വളരെ സീനിക്കൽ റൂട്ടായിരുന്നു. ഐ ഹോപ്പ് യു വിൽ ഓൾ ലൈക്ക് ദ ഷോ ആൻഡ് എസ്പെഷ്യലി ദി ഷോർട്സ്. അപ്പോൾ നമ്മൾ കാലത്ത് 6 മണി 5 മണിക്ക് തുടങ്ങിയ റൈഡ് വാൽപ്പാറ ഇപ്പോൾ നമ്മളെത്തി. ഓക്കെ, നമ്മളൊരു 12-12:30 ഇവിടെ എത്തി. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് മൈ ഡിയറസ്റ്റ് ലൂക്കോച്ചൻ എൻ്റെ വളരെ കുറേ വർഷമായിട്ടുള്ള സുഹൃത്താണ്. പണ്ട് ഏഷ്യാനെറ്റ് പ്രോഗ്രാം വരുമ്പോൾ ലൂക്കോച്ചൻ എപ്പോഴും ഹാർലി ഡേവിഡ്സൺ വളരെ റൈഡൊക്കെ വരുമ്പോൾ ഹാർലിയുടെ റൈഡ്സ് വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പറായിരുന്നു. ലൂക്കോച്ചൻ ആദ്യം മേടിച്ച വണ്ടി സൂപ്പർലോ, പിന്നെ ഫാറ്റ് ബോയിലേക്ക് മാറി. പിന്നെ കുറച്ച് നാള് ഡുക്കാട്ടി മൾട്ടിസ്ട്രാഡ കൊണ്ട് നടന്നു. ഇപ്പം പാനമേരിക്ക. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ മൾട്ടിസ്ട്രാഡയിൽ നിന്ന് ഹാർലിന്ന് ഡുക്കാട്ടിലേക്ക് പോയി. ഓക്കെ, എൻറ്റയർലി വേറെ സെഗ്മെന്റ് ആണ്. എന്താണ് ഡിഫറൻസ് തോന്നിയല്ലോ കോച്ചിന് റൈഡിൽ? എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നമ്മൾ ഈ വന്നിട്ടുള്ള FSRന്റെ എല്ലാ മെമ്പേഴ്സും ഇവർ സ്ഥിരമായിട്ട് റൈഡ് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പല ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സിനും ഇവർക്ക് എല്ലാവർക്കും തരാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് കോച്ചിന് തോന്നിയത് ആ ഒരു ഡിഫറൻസ്? നമ്മൾ ആദ്യം നമുക്കൊരു ഹാർലി എന്ന് നമുക്ക് പറയുമ്പോൾ നമ്മുടെ അതൊരു ഡ്രീം ആണെന്നുള്ളത്, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു ഹാർലി വാങ്ങുക എന്നുള്ളത്. അതായത് എൻഫീൽഡായിരുന്നു എൻ്റെ ആദ്യത്തെ ബൈക്ക്. അപ്പം എൻഫീൽഡ് ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ഒരു സ്വപ്നം ഒരു ഹാർലി മേടിക്കുക എന്നുള്ളതാണ്. അപ്പം ഹാർലി സ്വന്തമായി കഴിഞ്ഞപ്പോഴത്തേക്കും അത് സൂപ്പർലോ, അതൊരു ബേസ് മോഡലായിരുന്നു. അത് നമ്മളടുത്ത് ഒരു ഹാർലിയുടെ ഒരു പ്രീമിയം വണ്ടി എന്ന് പറയുന്നത് ഫാറ്റ് ബോയ് അന്നൊക്കെ നമ്മൾ ടെർമിനേറ്ററൊക്കെ കണ്ട് ഫാറ്റ് ബോയിയുടെ ഒരു ഇതിലാണല്ലോ. അപ്പം ഫാറ്റ് ബോയ് എടുത്തു. പക്ഷേ നമ്മൾ റൈഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ ഫാറ്റ് ബോയ് കൊണ്ട് നടക്കുമ്പോൾ ഒന്നാമത് എനിക്ക് നല്ല വണ്ണമുണ്ട്,
ഈ ഫാറ്റ് ബോയിൽ നമ്മൾ കുറച്ച് ഒരു 100 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കും വണ്ണം എന്ന് പറയാൻ പറ്റില്ല, ഈ ശരീരം ഫുള്ള് മസിലാണ്. ഷോർട്ട് പുട്ട്, പവർ ലിഫ്റ്റിംഗ് എല്ലാം ഉണ്ട്, വണ്ണം എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമുക്കൊരു കുറച്ച് ദൂരമൊക്കെ ഓടിക്കഴിയുമ്പോഴത്തേക്കും ഫാറ്റ് ബോയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സസ്പെൻഷനൊക്കെ ഭയങ്കര സ്റ്റിഫാണ്. അപ്പം അതിൽ നമ്മളിരുന്ന് നമുക്ക് ഈ നല്ല ബോഡി പെയിനും നടുവേദന എല്ലാം പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ഈ അഡ്വഞ്ചർ ടൂറിംഗ് ബൈക്കിലോട്ടൊന്ന് മാറി ചവിട്ടി നോക്കിയത്. എനിക്ക് ആദ്യം ഒരു പേടിയായിരുന്നു ഇത്ര ഹൈറ്റുള്ള വണ്ടി. പിന്നെ നമ്മൾ ഫാറ്റ് ബോയിലാണെങ്കിൽ നമ്മുടെ മറ്റേ കാലൊക്കെ ഫോർവേഡ് കൺട്രോൾ ആണല്ലോ, കാലൊക്കെ വെച്ചിരുന്ന് ഓടിക്കാം. പ്രോപ്പർ ക്രൂസർ ആയിരുന്നു ഹാർലി. അതെ അതെ അതെ. അതിൽ നിന്ന് നമ്മളൊരു അഡ്വഞ്ചറിലോട്ട് വരുമ്പോൾ എപ്പോഴും പേടിയായിരുന്നു, നമുക്ക് ഓടിക്കാൻ പറ്റുമോ, പിള്ളേരുടെ വണ്ടിയല്ലേ എന്നൊക്കെ വിചാരിച്ച് ആലോചിച്ചിരുന്നു. പക്ഷേ മൾട്ടിസ്ട്രാഡോ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം പക്ഷേ ഒരു സെക്കൻഡ് ഹാൻഡ് മൾട്ടിസ്ട്രാഡോ എടുത്തത്. അപ്പം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കൊള്ളാം, റൈഡൊക്കെ പോയിട്ട് നമുക്കൊരു ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ട്. അപ്പൊ ഈ പറഞ്ഞ അങ്ങനത്തെ വെഹിക്കിളാകുമ്പോൾ ബാക്ക് പെയിൻ ഇഷ്യൂസ് ഒരു പ്രശ്നം, എനിക്ക് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിരുന്നു അതിൽ. അപ്പം പിന്നെ അത് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എന്നുള്ള ഇത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലിങ്ങനെ കിടക്കില്ല. സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ഒരു പുതിയത് മേടിക്കണം. പിന്നെ എൻ്റെ ഒരു മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഹാർലി ഒരു മിസ്സിംഗ് ആയി അവിടെ. കാരണം നമ്മൾ ഹോഗിലെല്ലാം ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പം ഹാർലി ഇല്ലാത്തപ്പോൾ നമ്മളൊരു ഹാർലി ഇല്ലാത്തവൻ എന്ത് ഹോഗ് അപ്പം അതൊരു മനസ്സിൽ. അപ്പം അഡ്വഞ്ചർ ബൈക്ക് വേണം, ഹാർലി ഒരു ഹോഗും ആവണം. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അതിന് പറ്റിയൊരു കോമ്പിനേഷൻ വന്നപ്പോഴത്തേക്കും ഹാർലിയുടെ പാനമേരിക്ക എന്ന് പറഞ്ഞ ഒരു പുതിയ ബൈക്ക്, ഒരു സെഗ്മെന്റ് അഡ്വഞ്ചർ ടൂറിംഗ് ബൈക്ക് ഹാർലിക്ക് ഉണ്ടായിരുന്നില്ല. അവരുടെ ഒരു പുതിയ വളരെ ലിമിറ്റഡ് നമ്പേഴ്സിൽ വണ്ടി ഇറക്കിയിട്ടുള്ളൂ ഇന്ത്യയിൽ. ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ആക്ച്വലി 2021 ഇറങ്ങിയ വണ്ടി. പക്ഷേ ഇവരായിട്ട് BMW GS ഒക്കെ ആയിട്ടാണല്ലോ കോമ്പറ്റീഷൻ, ട്രയംഫായിട്ടൊക്കെയാണ് കോമ്പറ്റീഷൻ. അവർ പതുക്കെ മാർക്കറ്റ് പിടിച്ച് വരുന്നു. അപ്പോൾ ലൂക്കോച്ചൻ ഈ വണ്ടിയിൽ ഹാപ്പിയാണ്? ഞാൻ വളരെ ഹാപ്പിയാണ്. റൈഡിംഗ് ആയാലും ഇന്നിപ്പോ നമ്മള് അവിടെ നിന്ന് ഓടിച്ചു വന്നിട്ട് നമുക്കൊരു ക്ഷീണം എന്ന് പറഞ്ഞ കാര്യമേ ഇല്ല. നമ്മള് ലോക്കലിൽ ഒരു ചെറിയൊരു റൈഡ് നടത്തിയ ഒരു ഫീലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് അതിന്റെ സസ്പെൻഷന്റെ ഗുണം മാത്രമാണ്. ഓക്കെ, അപ്പോൾ ലൂക്കോച്ചൻ്റെ ആയാലും നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന എല്ലാവരുടെ ആയാലും ഒരു കംപ്ലീറ്റ് എക്സ്ക്ലൂസീവ് എപ്പിസോഡിനുള്ള ആൾക്കാരുണ്ട്. ഇവർ അതിനുള്ള കഥ പറയേണ്ട എല്ലാവർക്കും. അപ്പോൾ അതിന് എപ്പിസോഡ് ടൈം വേറെ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഞാൻ എല്ലാവരും ചെറിയ ക്ലിപ്സ് എടുത്തിട്ട് കാണാം. ഓക്കെ ലൂക്കോച്ച, അപ്പോൾ റൈറ്റ് സേഫ്, ബൈ. നമ്മുടെ ഇപ്പോൾ കൂടിയുള്ളത് ബെർണാഡ് ബൈ. ഹലോ ബെർണാഡ് ബൈ, കാണുന്നതിന് ആദ്യമായിട്ട് കാണുന്നതാണ്. പക്ഷേ ഈ പേര് ഞാൻ ഒരുപാട് വർഷമായിട്ട് ഹാർലിയിലുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സും ടൈറ്റസിൻ്റെ ഒന്നും പലയിടത്തും കേട്ടിട്ടുള്ള പേരാണ്. ഒരുപാട് സീസൺഡ് ആയിട്ടുള്ള ഡ്രൈവറാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. നിങ്ങളുടെ റൈഡ് കണ്ട് നമുക്ക് മനസ്സിലായി വരുന്ന വഴിക്ക് എന്ന് വെച്ചാൽ പുള്ളിയുടെ റൈഡിങ്ങൾ വീഡിയോയിൽ നമ്മുടെ ക്ലിപ്സ് കാണുമ്പോൾ മനസ്സിലാവും ഹീസ് എ ക്വൈറ്റ് എ സീസൺ റൈഡർ. എല്ലാവരും ഈ ഗ്രൂപ്പിൽ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചൽ റൈഡേഴ്സാണ്. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഡിഫറൻസ് എന്താ സ്വാഭാവികമായിട്ടുണ്ടാവും. ബെർണാഡ് ബൈ പൊതുവേ റൈഡുകൾ മിസ്സാക്കാതെ പോകുന്നൊരു വ്യക്തിയാണ് പറഞ്ഞു. മിക്കവാറും എല്ലാം ഉണ്ടാവും. അപ്പോൾ എന്താണ് ഐ മീൻ ഇറ്റ്സ് എൻജോയിങ് തിങ് ഐ നോ, പക്ഷെ എന്നാലും എൻ്റെ ഒരു പാഷനാണ് റൈഡിങ്. ഓക്കെ, അത് ഞാൻ എൻ്റെ 14-ാമത്തെ വയസ്സിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. ഓക്കെ, എൻ്റെ ഫാദറിന് ഒരു ബുള്ളറ്റാണ്. അത് കണ്ടിട്ടാണ് ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു റൈഡിങ് പാഷൻ എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വണ്ടി ഞാൻ ഓടിച്ചത് ബുള്ളറ്റിലാണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 350 വാങ്ങിച്ച്, 2 350 ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേ ബ്രേക്കായിരുന്നു വണ്ടി ഓടിക്കാൻ. കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓടിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിള്ളേർ വലുതായി കഴിഞ്ഞപ്പോഴാണ് ഹാർലി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഒരു ഡ്രീമായിരുന്നു അന്ന്, പണ്ടത്തെ ഒരു ഡ്രീമാണ് ഹാർലി ബൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർലി ഇറങ്ങിയപ്പോൾ ഒരു ഹാർലി ബൈക്ക് എടുത്ത് ആദ്യം എടുത്ത് ഹാർലിയുടെ സൂപ്പർലോ. പിന്നെ അത് കഴിഞ്ഞ് അത് ഏറ്റവും ബേസ് മോഡലാണ്. അപ്പോൾ അത് നമുക്കൊരു വലിയ ലോങ്ങൊന്നും ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഹെറിറ്റേജ് സോഫ്റ്റ്വെയർ എടുത്തതില്ല. ഓക്കെ, ഹെറിറ്റേജ് സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഹാർലി ഓടിച്ചു കഴിഞ്ഞാൽ ഹാർലി വേറെ വണ്ടികളൊന്നും ഇല്ല ആ സമയത്ത്. നമ്മൾ ഹാർലി മാത്രമേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു വണ്ടി, അന്ന് ആരും കേട്ടിട്ടില്ല, ഇപ്പോഴും അധികം ആൾക്കാർ അറിയില്ല. ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും ആദ്യത്തെ വണ്ടി, ഹാർലിനേക്കാൾ മുമ്പുള്ള വണ്ടിയാണ്. അതെ, ഹാർലിനേലും കൂടെ ഫസ്റ്റ് അമേരിക്കൻ മോട്ടോർ സൈക്കിൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റോഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലാറ്റായി. അത്ര ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി. അത് ഞാനും വൈഫും കൂടിയിട്ടാണ് അതിൻ്റെ ടെസ്റ്റ് റൈഡ് എടുത്തത്. അപ്പോൾ പുള്ളിക്കാരത്തെയും പറഞ്ഞത് ഒന്ന് നോക്കാനല്ലോ, അത് ഓർമ്മ മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് വാങ്ങിച്ചത്. അത് വാങ്ങിച്ചപ്പോഴാണ് റൈഡ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. റോഡ് മാസ്റ്റർ അതിനുമുമ്പ് ഞാൻ ഓടിക്കുമായിരുന്നു. ഈ ഹാർലി ഓടിച്ചിട്ട് ഭൂട്ടാനൊക്കെ പോയിട്ടുണ്ട്.
ഒരുപാട് റൈഡ് അന്നേരം ഹാർലി ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇന്റർനാഷണൽ റൈഡ്സും പോയിട്ടുണ്ടല്ലോ. ഇന്റർനാഷണൽ റൈഡ്സ് ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഓൾ ഇന്ത്യ ഒരു 5-6 പ്രാവശ്യം കറങ്ങിയിട്ടുണ്ട്. ഒരു ടയേർഡ് ആവില്ല, കണ്ടിന്യൂസ് ഓടിക്കാം, ഭയങ്കര റിഫൈൻഡാണ് ആ വണ്ടി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിനകത്ത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എൻ്റെ വീട്ടിലെല്ലാവരും വണ്ടി ഓടിക്കും, ബൈക്ക് ഓടിക്കും, വൈഫ് ഓടിക്കും, എല്ലാ വണ്ടി ഓടിക്കും, മോളോടിക്കും, മോനോടിക്കും. ഇത് ആക്ച്വലി ഇത് മോന് വേണ്ടി വാങ്ങിച്ച ബൈക്കാണ്, ഡുക്കാട്ടി. അതൊരു എൻ്റെ കൂടെ ഒരു ദിവസം ഒരു റൈഡിന് പോകാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ നോക്കിയപ്പോഴാണ് ഒരു അഡ്വഞ്ചർ ബൈക്ക് നോക്കാം, അഡ്വഞ്ചർ ബൈക്ക് മേടിച്ചത്. അപ്പോൾ അഡ്വഞ്ചർ ബൈക്ക് മേടിച്ചപ്പോഴും ഞാൻ ചെയ്യാറുള്ള പിള്ളേർക്ക് വണ്ടി മേടിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അവർക്ക് ട്രെയിനിങ് കൊടുപ്പിക്കും. ഡൽഹിയിൽ കൊണ്ടുപോയി ട്രെയിനിങ് എടുത്തിട്ടൊക്കെയാണ്. ഡൽഹിയിൽ പോയി ട്രെയിൻ ചെയ്യും. അത് ഈ ഓഫ് റോഡ് ഡുക്കാട്ടിയുടെ അവിടെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവരുടെ ഈ DRE എന്ന് പറയുമല്ലോ, അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് സെൻ്ററാണ്. അപ്പോൾ അവർക്ക് ഒരു കോഴ്സ് ഉണ്ട്, ലെവൽ 1 ലെവൽ 2 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അഡ്വഞ്ചർ ബൈക്കുകളൊക്കെ കൊടുക്കുമ്പോൾ നമ്മളത് എടുക്കണം. 2 ദിവസം ലെവൽ 1 2 ദിവസം, അങ്ങനെ ഓരോ ലെവലിലും 2 ദിവസം കോഴ്സാണ്. അപ്പോൾ അത് ട്രാക്കാണ്, അത് ഓഫ് റോഡ് ട്രാക്ക്. അപ്പോൾ അതിനകത്ത് എല്ലാം നമ്മളെങ്ങനെ ടേൺ എടുക്കണം, അതെല്ലാം ഓഫ് റോഡ്, അങ്ങനെ എല്ലാത്തിലും നമുക്ക് ഒരു ധൈര്യം വരും. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും വണ്ടി ഓടിക്കാൻ. മറ്റേ നമ്മൾ വെറുതെ ഓടിച്ചുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ടെറൈൻ വ്യത്യാസം വരുമ്പോൾ നമുക്ക് പേടി വരും. അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ പിള്ളേർക്കെല്ലാം എടുത്തിട്ടുണ്ട്. മോളാണെങ്കിലും എല്ലാ വണ്ടി ഓടിക്കും. അവൾക്ക് വാങ്ങിച്ചു കൊടുത്താണ് ഞാൻ സ്വിഫ്റ്റ് ഇത് ഇന്ത്യൻ്റെ വലിയ വണ്ടി തന്നെ, സ്വിഫ്റ്റ് ഡാർക്ക് ഹോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മോള് ഞങ്ങൾ ഗുജറാത്ത് റൈഡൊക്കെ എടുത്തിട്ടുണ്ട്, അഹമ്മദാബാദ്. എൻ്റെ കൂടെ മോളും വരുന്നതൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈവന്റ്സിലൊക്കെ എപ്പോഴും ഇങ്ങനെയാണ്. ഇവിടുത്തെ FSR റൈഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ റൈഡുകളുടെ സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ. ഇവിടെ ഒരു ഹോംലി ഫുഡ് എപ്പോഴും നമ്മുടെ ജഷീക്ക് കൊണ്ടുവരും, ഒത്തിരി ഫുഡ് ജഷീക്ക് കൊണ്ടുവരും. ഇപ്പൊ നമ്മളൊരു 10 ബൈക്സിന് മുകളിലുണ്ട്, അതിനകത്തൊരു വണ്ടി ഫുള്ള് ഫുഡ് വന്നിരിക്കണത് കേട്ടോ. ഞാൻ എടുത്തു ഒരു വണ്ടി ഫുള്ള് ഫുഡ് വന്നിരിക്കണത്, ഒരു കാർ മുഴുവൻ ഫുഡ് വന്നിരിക്കണത്. ഇത് കഴിഞ്ഞ രാത്രി നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട്, ബാർബിക്യൂ ഉണ്ട്. ഇതൊരു വേറെ കൈൻഡ് ഓഫ് ഫണ്ണാണ്. ജസ്റ്റ് പറഞ്ഞ വണ്ടി ഓടിച്ച് വന്ന് ക്ഷീണിച്ച് പോവാന്നുള്ള മൈൻഡ് അല്ല, പ്രോപ്പർലി റിലാക്സ് പക്ക എൻജോയ്മെന്റ് ആയിട്ട് വരുന്നൊരു റൈഡാണ് ഇങ്ങനത്തെ റൈഡ്സ് പൊതുവെ. അപ്പോൾ മക്കളുടെ റൈഡിന്റെ എക്സ്പീരിയൻസ് പറ്റി പറഞ്ഞു. ഏതൊക്കെ ബൈക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞ വീട്ടിൽ? ഇപ്പം എൻ്റെ 5 ബൈക്കുണ്ട്. 2 ഹാർലി. ഞാൻ ഹാർലി എടുത്ത് തുടങ്ങിയ പിന്നെ ഒരു വണ്ടി ഞാൻ വിറ്റിട്ടില്ല. 2 ഹാർലി ഉണ്ട്, 2 ഇന്ത്യൻ ഉണ്ട്, ഡുക്കാട്ടി ഉണ്ട്. ഏത് ഹാർലിയുടെ ഏത് വേരിയന്റ്? ഹാർലിയുടെ സൂപ്പർ ലോയ് ഉണ്ട്, ഹെറിറ്റേജ് സോഫ്റ്റെയിൽ എന്ന് പറഞ്ഞ വേരിയന്റ്. ഇന്ത്യൻ്റെ റോഡ് മാസ്റ്റർ, സ്വിഫ്റ്റ് ഡാർക്ക് ഹോഴ്സ്. ഇപ്പം 5 ബൈക്ക് ഉണ്ട് പറഞ്ഞു. അതിനകത്ത് ഇപ്പോൾ ഏതാ ഫേവറേറ്റ് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, പല പർപ്പസ് പറയാൻ പറ്റുമോ? ഓക്കെ, അതേതാണ്? ഇന്ത്യൻ റോഡ് മാസ്റ്റർ. അതാണ് ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ഡിഫറൻസ് മനസ്സിലാക്കിയ ബൈക്കല്ലേ. ഗ്രേറ്റ്. പിന്നെ അതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ബൈക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ലീഗ് ഉണ്ട്, ഓരോന്നിനും ഓരോ സ്വഭാവം. മനസ്സിലായില്ലേ? നമ്മൾ ഹാർലി എടുത്തപ്പോൾ ഹാർലിയുടെ ഒരു വേറെ സ്വഭാവം, അതൊരു ഒരു ബൈക്കാണ്. അത് അതിൻ്റെ ഒരു കൾച്ചർ, അങ്ങനത്തെ ഒരു ബൈക്ക് കൾച്ചറിൻ്റെ ശരിക്കും ആക്ച്വലി ഇവിടെ ഒരു റൈഡിങ് കൾച്ചർ കൊണ്ടുവന്ന ഹാർലിയാണ്. അതെ, ശരിയാണ്. റൈഡിങ് കൾച്ചർ കൊണ്ടുവന്ന ഹാർലിയാണ്. അത് അതെ ഹോഗാണ് അതിനെ ഇതാക്കിയത്. കേരളത്തിലെ ഒരു കൾച്ചർ കൊണ്ടുവന്ന ഹാർലിയാണ്. ഹിസ് വെരി ട്രൂ. അപ്പോൾ ഞാൻ പണ്ട് ഏഷ്യനിലേക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഹാർലിയുടെ റൈഡ്സും ഒരുപാട് ചെയ്യാറുണ്ട്. ഒരുപാട് പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഹാർലിയാണ് ആ ഇത് കൊണ്ടുവന്നത്, പറഞ്ഞപ്പോഴാണ് റീകളക്ട് ചെയ്തത് ഹാർലി. അപ്പോൾ ഒരു റൈഡിങ് കൾച്ചർ വന്ന് അവർ കുറേ കോണ്ടാക്ട്സ്, ഒരുപാട് ആൾക്കാരായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, അങ്ങനെ കുറേ ബന്ധങ്ങൾ, ഒരുപാട് അങ്ങനെ ഒരു ഭയങ്കര ഒരു സർക്കിളാണ് ഈ ഹാർലി ഹോഗ് എന്ന് പറഞ്ഞാൽ. അത് വേൾഡുള്ളൊരു കമ്മ്യൂണിറ്റിയാണത്, ഹാർലി ഓണേഴ്സ് ഗ്രൂപ്പ് എന്ന്. അപ്പോൾ അവർ ഓരോ ഈവൻസും ഒരു 3 മാസം കൂടുമ്പോഴും ഓരോ റീജിയണൽ ഈവൻറ്റ്സ്, സദേൺ, നോർത്ത്, വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ട്, ഇൻ്റർനാഷണൽ ഉണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മളത് ഒരു പാച്ചാണെങ്കിലും അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റൈഡൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു പാഷൻ പോലെയാണ്. അത് തീർച്ചയായും ഒരു വികാരമാണത്. ഇപ്പോൾ സാർ 3 റൈഡ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഏതാണൊരു ഡ്രീം റൈഡ് ഡെസ്റ്റിനേഷൻ ബൈക്ക് ഓടിച്ചിട്ട് പോകാനുള്ളത്? എനിക്ക് ഡ്രീം റൈഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫുൾ വേൾഡ് ഒരു റൈഡ് എടുക്കണമെന്നുള്ള
പ്ലാനിലാണ്. ഹോപ്പ്ഫുള്ളി അത് നടക്കട്ടെ പെട്ടെന്ന് തന്നെ. അല്ല, ഏറ്റവും ഇഷ്ടം ലൊക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ചോദിച്ച ക്വസ്റ്റ്യൻ തീരെ റിലവൻ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് വെച്ചാൽ ഏറ്റവും ഡ്രീം ആയിട്ടുള്ളൊരു റോഡ്, ഇപ്പോൾ പറഞ്ഞ US പല റൈഡ്സ് ഹാർലി നടത്തും, മെൽവോക്കി റൈഡൊക്കെ നടത്തും. അപ്പം അതൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ? ഇല്ല, പോയിട്ടില്ല. ഓക്കെ, പ്ലാൻസ് ഉണ്ടോ നെക്സ്റ്റ് ടൈം? ഗ്രേറ്റ്. അതിന് പോകണം. അതിനല്ല മെയിനായിട്ട് എനിക്കൊരു വേൾഡ് ടൂർ ബൈക്കിൽ. ആ ഒരു വേൾഡ് ടൂർ പ്രിഫർ ചെയ്യുന്ന ബൈക്ക് ഏതായിരിക്കും? അത് അഡ്വഞ്ചർ ബൈക്കായിരിക്കും. അഡ്വഞ്ചർ ബൈക്ക്. കാരണം എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ ബൈക്ക് ആകുമ്പോൾ നമുക്ക് എവിടെയും ഏത് ടെറൈനിലും കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് അറിയില്ലോ ഏത് ടെറൈൻ നമ്മൾ പാസ് അതെ, ചെയ്യാൻ പല പല പോകുന്നത്, ടെറൈൻ ഉണ്ടാവില്ല. പല രാജ്യങ്ങൾ കടന്നു പോകുമ്പോൾ. അതെ, പിന്നെ പ്രിഫർ ചെയ്യേണ്ടത് ലൈറ്റ് ബൈക്ക് ആയിരിക്കണം, കുറച്ചുകൂടി ലൈറ്റ് ആയിരിക്കും. ഇത് ഭയങ്കര ഹെവിയാണ്. ഇത് ഹെവിയാണ്. അപ്പോൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ പ്രിഫറബിൾ ഏതെങ്കിലും മോഡൽ മനസ്സിൽ വെച്ചിട്ടുണ്ടോ? ഉണ്ട്, എനിക്കൊരു ആഫ്രിക്ക ട്വിൻ്റെ നല്ലൊരു മോഡലാണ്. ആഫ്രിക്ക ട്വിൻ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഒന്നുകൂടിയും ബെറ്റർ ആണ് ഹാൻഡ്ലിംഗ്. ഹെവി അല്ല. അപ്പോൾ ഇതിനെന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട് സ്പീഡിൽ പോകാൻ പെട്ടെന്ന് എത്തും, സ്ഥലം അതുപോലെ കവർ ചെയ്യാൻ മാനുവർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഇതൊക്കെ. പക്ഷെ നമ്മൾ ടെറൈനിൽ പോകുമ്പോൾ, അതായത് ഓഫ് റോഡ് ടെറൈൻ, ചെളി അങ്ങനത്തേലൊക്കെ പോകുമ്പോൾ ചരിഞ്ഞൊക്കെ പോയാൽ പിടിച്ചു നിർത്തണമെങ്കിൽ അത് ബൈക്കാണ് നല്ലത്. ശരിക്കും ആഫ്രിക്ക ട്വിൻ നല്ലൊരു ബൈക്കാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ വേൾഡ് ടൂർ പെട്ടെന്ന് നടക്കട്ടെ. താങ്ക് യു. നമ്മുടെ FSRലെ അടുത്ത മെമ്പർ അനു. ഇപ്പോൾ നമ്മളീ പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിച്ച് കാലത്തൊരു 5 മണി 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ്. നമ്മൾ അറൗണ്ട് ഒരു 12:30 ഇപ്പോൾ എത്തി. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഇന്നത്തെ റൈഡ് ഈ വാൽപ്പാറ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലക്കൻ റൂട്ടാണ്, നല്ല വൈൻഡിങ്സും ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ അതിരപ്പള്ളി വഴിയല്ല വന്നത്. അതിരപ്പള്ളി വന്ന് ചിലപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ ചിലപ്പോൾ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്ന് കറങ്ങി പൊള്ളാച്ചി വഴിയാണ് കയറി വന്നത്. അതാവുമ്പോഴത്തേക്കും വലിയ പ്രശ്നം പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ അതിരപ്പള്ളി വന്നിട്ട് പിന്നെ തിരിച്ചു പോകേണ്ടതെന്ന് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ ഇത്തിരി കറങ്ങിയാണ് വന്നത്. റൈഡൊക്കെ നല്ല റൈഡായിരുന്നു. പിന്നെ അവിടെ നിന്നുള്ള സീനിക് ബ്യൂട്ടി എല്ലാം നല്ല രസമാണ്. GS മേടിച്ച എത്ര ആളായി? GS 850 എത്ര ആളായി മേടിച്ചിട്ട്? ഇപ്പോൾ ഇതിപ്പോൾ ഒരു 1.5 വർഷമായി. എങ്ങനെയാണ് എക്സ്പീരിയൻസ്? ഈ 1.5 വർഷത്തിൽ ആക്റ്റീവ് റൈഡറാണ്, മെമ്പറാണ് അല്ലേ? അപ്പോൾ റൈഡ്സിന് പോകുമ്പോൾ ഹൗ വാസ് യു എക്സ്പീരിയൻസ്? ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ചിരുന്ന ബൈക്ക് ഹാർലിയാണ്. ഹാർലിയുടെ Iron 883 എന്ന് പറഞ്ഞ മോഡലാണ് ഉപയോഗിച്ചിരുന്നത്. അതൊരു 2 വർഷത്തോളം ഉപയോഗിച്ച്. അപ്പോൾ അതായിട്ട് ഞാൻ ഗോവയൊക്കെ പോയിട്ടുണ്ട്, 2 തവണ ഗോവ പോയിട്ടുണ്ട്. പിന്നെ അത് ഒന്ന് ചേഞ്ച് ചെയ്ത് ഞാൻ ഫാറ്റ് ബോയ് എന്ന് പറഞ്ഞ മോഡൽ എടുത്തായിരുന്നു. ഫാറ്റ് ബോയ് ആയിട്ട് ഞാൻ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് അടിച്ചു. ഭൂട്ടാൻ പോയി. വൗ, ഗ്രേറ്റ്. ഞാൻ ഭൂട്ടാൻ ട്രിപ്പ് അടിച്ചായിരുന്നു 2018. ഓക്കെ, 2018 നവംബറിൽ ഞങ്ങളൊരു 6 ബൈക്സ് നമ്മൾ ഭൂട്ടാൻ പോയി. ഒരു 17 ഡേയ്സ് പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ, ടു ആൻഡ് ഫ്രോ ബൈക്ക് ഓടിച്ചു. നല്ലൊരു എത്ര ആളുടെ ഗ്രൂപ്പ് ആയിരുന്നു ഇവിടെ? ഞങ്ങൾ ആക്ച്വലി ടോട്ടൽ 10 പേരുണ്ടായിരുന്നു. ഒരു കാറും പിന്നെ ഒരു 6 ബൈക്കും. ആ ഒരു ഇതിലാണ് പോയത്. ഓക്കെ. ഹാർലിന്ന് BMന്റെ GS എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ എങ്ങനെയാണ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? ചിലപ്പോൾ ലൂക്കോച്ച് ചോദിച്ചപ്പോൾ ലൂക്കോച്ചിന് 2 സെഗ്മെന്റ് ആണ്. ഹാർലി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, ഒരു ഹാർലി സത്യം പറയാനൊരു വികാരമാണ്. അത് വെച്ചാൽ നമുക്ക് നമ്മൾ ചെറുപ്പം നമ്മുടെ ആ ഒരു എല്ലാവരും മനസ്സിൽ കാണുന്ന ബൈക്ക് എന്ന് പറയുമ്പോൾ വരുന്നൊരു ഹാർലി. ഇപ്പൊ ഒരു സാധാരണക്കാരനത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് തന്നെയാണെങ്കിലും അതെ, ഒരു സൂപ്പർ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാർലി എന്നാണ് മനസ്സിലോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഹാർലിയിലോട്ട് പോയത്. പിന്നെ ഹാർലിന്ന് ഇതിലോട്ട് മാറുമ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഹാൻഡ്ലിങ് ഭയങ്കര വ്യത്യാസമാണ്. ഭയങ്കര കുറച്ചും ഈസിയാണ്. ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാല് നമ്മൾ വരുന്ന വഴിക്ക് അനു ബൈക്ക് മാറി നാസർക്കട ഹാർലി ഒന്ന് ഓടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, ഹാർലി മിസ് ചെയ്യാറുണ്ടല്ലേ? ഹാർലി ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഹാർലി ആ ഒരു മിസ്സിങ്ങിന്റെ ആ ഒരു പാർട്ട് വന്നുകൊണ്ടാണ് ഞാൻ നാസർക്ക ബൈക്ക് ഞാൻ കുറച്ചുകൂടെ ഓടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫാറ്റ് ബൈക്ക് ഓടിച്ചത്. അപ്പൊ അതിന്റെ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം. ഇതെന്ന് പറയുമ്പോൾ നമ്മള് കുറച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാം, ക്വിക്ക് റെസ്പോൺസ് കിട്ടും നമുക്ക്. പിന്നെ അതുപോലെ തന്നെ വൈൻഡിങ്സ് ഒക്കെ കുറച്ചും കൂടെ സിമ്പിൾ ആണ്. ഇതിനകത്ത് നമ്മൾ അത്ര ടയേർഡ് ആവില്ല. കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. നമ്മുടെ ബോഡി വെയിറ്റ് ഒന്നും അത്ര വലിയായിട്ടൊന്നും കൊടുക്കാൻ പറ്റും. പക്ഷെ ഹാർലി ഓടിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ നിന്ന് കുറച്ച് എഫേർട്ട്, നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചിട്ടുള്ള കുറച്ച് എഫേർട്ട് കാര്യങ്ങളൊക്കെ ഇട്ടാലാണ് ഹാർലിയുടെ. പക്ഷെ നല്ല ഫീലാണ് വണ്ടി. അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു വികാരമാണ്. ഓക്കെ, കാണാം. നമ്മുടെ നെക്സ്റ്റ് റൈഡർ FSRലത്തെ നിർമ്മലെ, എങ്ങനെയായിരുന്നു റൈഡിങ് എക്സ്പീരിയൻസ്? നീ ഒരുപാട് വണ്ടി ഓടിച്ചിട്ടുള്ളതാണ്. ഞാൻ നിർമ്മലിനോട് അത്രയും ഫ്രീഡത്തിൽ സംസാരിക്കാൻ കാരണം ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. പക്ഷെ നിർമ്മലിനൊക്കെ ഒരുപാട് വർഷമായിട്ട് ഞാൻ കാണുന്ന വ്യക്തിയാണ്. അപ്പോൾ എങ്ങനെയാണ് നിർമ്മൽ എക്സ്പീരിയൻസ് പറയും? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ട്രയംഫ് എടുത്തിട്ട് ഒരു 6 ഇയേഴ്സേ പോയി.
അപ്പോൾ ഞാൻ ട്രൈംഫ് ഗ്രൂപ്പിലുണ്ട്, ഡുക്കാട്ടി ഗ്രൂപ്പിൽ ഓടിക്കാറുണ്ട്, ഹാർലി ഗ്രൂപ്പിൽ ഓടിക്കാറുണ്ട്. പക്ഷേ FSR എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് ഇപ്പോൾ റൈഡ് വന്നേക്കുന്നത്. ഞാൻ കൂടുതൽ FSR ഗ്രൂപ്പിൽ ഓടിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സീനിയേഴ്സ് റൈഡേഴ്സാണ് ഈ FSR ഗ്രൂപ്പിലുള്ളത്. അവരുടെ നിന്ന് ഒരുപാട് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പല പല സ്റ്റോറീസ് എന്ന് വെച്ചാൽ രാത്രി ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ബെർണാർഡൻ, അതേപോലെ തന്നെ ടൈറ്റസ് ബായ്, അതേപോലെ തന്നെ ഒരുപാട് വലിയ റൈഡേഴ്സിന് പഴയ റാലി സ്റ്റോറീസ് ഇതൊക്കെ കേൾക്കാൻ നിർത്തുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റാലി ഒന്ന് കാണാനുള്ള ഒരു യോഗം ഈ എൻ്റെ ഒരു ഏജിൽ കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ ആ ടൈം ഓടിക്കാനും പറ്റില്ല. ആ ടൈം ആകും നമ്മൾ റേസും എല്ലാം കാണുകയും ട്രയൽ എടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും റാലീൻ്റെ സ്റ്റോറീസ് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഒരു മിസ്സിംഗ് ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ശരിക്കും പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ ത്രില്ല് എന്ന് പറയുന്നത്. ഇപ്പോൾ നിമ്മ ഒരു ബൈക്ക് അടുത്ത് ഇപ്പോൾ ടൈഗർ 800 ആണ് നിമ്മ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബൈക്കിലേക്കുള്ള പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതാണ്? GSA 1250 ആണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് പ്ലാനിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വഞ്ചർ ബൈക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കേരള റോഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൊരു വൈൻഡിങ്സ് ഒക്കെ എടുക്കാൻ നേരത്ത് അവിടെ ഹമ്പുണ്ടോ കട്ടുണ്ടോ എന്നൊന്നും വിഷയമില്ല. നമ്മൾ വേറെ വല്ല ബൈക്കാണെങ്കിൽ നമ്മൾ ഡൗണിങ് കൊടുക്കേണ്ടി വരും, ഒരുപാട് ശ്രദ്ധിക്കേണ്ടി വരും. ഇപ്പോൾ അഡ്വഞ്ചർ ബൈക്ക് ആവുന്ന നേരത്ത് നമുക്ക് അങ്ങനെ ഒരു പേടിയില്ല. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ആദ്യം അഡ്വഞ്ചർ ബൈക്ക് കൊണ്ടുവന്നത് ഞാൻ. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇപ്പൊ എല്ലാവരും അഡ്വഞ്ചർ ബൈക്ക്, ഈ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ അഡ്വഞ്ചർ ബൈക്ക്. പക്ഷെ ആദ്യം അഡ്വഞ്ചർ ബൈക്ക് കൊണ്ടുവന്നത് ഞാൻ. ഫീല് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാവരും വരുമ്പോൾ നമ്മൾ ഒന്നും പേടിക്കാണ്ട് പോയി നമ്മൾ ആദ്യം എത്തുന്നു. അത് കഴിഞ്ഞ് ടൈറ്റസ് ബായ് ഡുക്കാറ്റി എടുക്കുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരായി ആദ്യം എത്തുന്നത്. പിന്നെ എല്ലാവരും പിന്നെ മനസ്സിലാക്കി തുടങ്ങി അഡ്വഞ്ചർ ബൈക്കാണ് നമ്മുടെ കേരള റോഡിൽ ഒരു ബെസ്റ്റ് എന്നുള്ളത്. പിന്നെ എല്ലാവരും ഇപ്പോൾ GSA 850, GSA 1250, മൾട്ടിസ്റ്റാർ V4, മൾട്ടിസ്റ്റാർ V2 എല്ലാ വണ്ടിയും ഇപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. ഹാർലി ആയിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഹാർലി ആൻഡ് ടൈഗർ എന്താണ് എക്സ്പീരിയൻസ്? ഹാർലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ തോന്നിയേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബന്ധങ്ങളും അതുപോലെ റൈഡും കൂടുതൽ കിട്ടണമെങ്കിൽ ഹാർലി തന്നെ. സർക്കിളും അതുപോലെ റൈഡ് എപ്പോഴും വേണമെങ്കിൽ ഹാർലി തന്നെ. ഗ്രൂപ്പ് ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് റൈഡ്, അതേപോലെ തന്നെ മന്ത്ലി 2 months ആകുമ്പോൾ റൈഡ്, അങ്ങനെ എല്ലാം ഹാർലിയിലേ ഉള്ളൂ. അതിലിപ്പോൾ ട്രൈംഫിലോ ഡുക്കാറ്റിലോ BMW അങ്ങനെ ഒന്നും ഞാൻ കൾച്ചർ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ ഗ്രൂപ്പിലാണെങ്കിൽ പോലും ഹാർലി എന്ന് വന്ന എല്ലാവരും ആയതുകൊണ്ടാണ് എവറി 3 months ഈ FSR എന്നുള്ള ഗ്രൂപ്പിൽ റൈഡ് ഉണ്ട്. എവറി 3 months. ഇപ്പോൾ ലാസ്റ്റ് മന്ത് ഞങ്ങൾ ഇന്റർനാഷണൽ റൈഡ് ചെയ്യാൻ വേണ്ടി പോയി. ഇപ്പം നെക്സ്റ്റ് ഇയർ ഞങ്ങൾ ഇന്റർനാഷണൽ റൈഡ് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ആക്ച്വലി ഫുൾ റൈഡ് വേണം, 3 months റൈഡ് പോയിക്കണം, അല്ലെങ്കിൽ ഒരു 1 month ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് പോകണം. അങ്ങനെ ഒരു പ്ലാനിങ്ങോടെയാണ് ഗ്രൂപ്പ് ഓഫ് അഗ്രസീവ് റൈഡേഴ്സ് ആണ്. അതെ അതെ. ഓക്കെ നിമു. ഓക്കെ. വി ഹാവ് ദ വെരി ഫേമസ് ടൈറ്റസ്. ടൈറ്റ് ബായ് ഈ പറഞ്ഞ പോലെ നമ്മൾ പല മെമ്പേഴ്സിനെയും എൻ്റെ പഴയ ഏഷ്യാൻ്റെ എപ്പിസോഡിൽ കണ്ടുവരിച്ചുള്ള ആൾക്കാർക്ക് ടൈറ്റ് ബായിനെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ടൈറ്റ് ബായ് വളരെ കുറേ കഥകളിലാണ്. സോ ഐ വിൽ കം വിത്ത് എൻ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ വിത്ത് ഹിം. പക്ഷേ പുള്ളി ഒരുപാട് റാലി എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ഹി ഹാസ് ലോട്ട് ഓഫ് എക്സ്പീരിയൻസസ് ഇൻ ഹിസ് ലൈഫ്. ഇൻ്റർനാഷണൽ റൈഡ്സ് നടത്തിയിട്ടുണ്ട്, നാഷണൽ റൈഡ്സ് കിടന്ന് ഒരുപാട് ഇൻ്റർനാഷണൽ റൈഡ്സ് നടത്തിയിട്ടുണ്ട് ടൈറ്റ് ബായ്. അപ്പോൾ എന്താണ് ഈ റൈഡുകളുടെ കുരുത്? FSR റൈഡായാലും ഇന്ന് വന്നേക്കുന്ന റൈഡായാലും ടൈറ്റ് ബായുടെ റൈഡിങ് ലൈഫിനെ പറ്റി ഞങ്ങൾക്ക് അറിയേണ്ടത്. ശങ്കറിന് അറിയുമെന്ന് അറിയില്ല. ഞാനൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 86 മുതൽ ഒരു പാഷനായിട്ടുള്ള ഒരു സംഭവമാണ് ഈ റൈഡ് ബൈക്ക്. 86 പറയുമ്പോൾ എനിക്ക് 3 വയസ്സ് പ്രായം. ഓക്കെ. അപ്പോൾ പിന്നെ ഞാൻ പഠിച്ച ജോലി വേറെ ആയിരുന്നു. ആക്ച്വലി ഞാൻ പഠിച്ചത് പെട്രോൾ എഞ്ചിൻ, ഹൈഡ്രോളിക്, AC/DC ഇങ്ങനത്തെ എഞ്ചിനായിട്ട് ബന്ധപ്പെട്ട സംഭവം പഠിച്ച. പക്ഷേ എൻ്റെ പാഷൻ കൊണ്ട് ഞാൻ ഒരു ബൈക്ക് മെക്കാനിക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ മെക്കാനിക്കായിട്ട് മാറാനുണ്ടായത്. അങ്ങനെ എൻ്റെ ലൈഫ് സ്റ്റാർട്ടാണത്. 90 സ്കൂട്ടർ വർക്ക്ഷോപ്പ് തുടങ്ങി കൈനറ്റി കൊണ്ടിട. അത് ശരി. കൈനറ്റി കൊണ്ട സ്കൂട്ടർ വർക്ക്ഷോപ്പ് തുടങ്ങി. എൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമില്ല. ഈ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി എനിക്കത് ഓടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കാം. ഇതായിരുന്നു എൻ്റെ വണ്ടി ഓടിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് അങ്ങനെ മെക്കാനിക്ക് ഈ വർക്ക്ഷോപ്പ് തുടങ്ങി. 91 ഞാൻ ഇന്ന് ഈ കാണുന്ന ബൈക്കുകളൊക്കെ ഇരിക്കുന്ന പോലെ സ്കൂട്ടർ മുതൽ, അതായത് കൈനറ്റി കൊണ്ട സ്കൂട്ടർ മുതൽ ST, ജാവ അങ്ങനെയുള്ള ബൈക്കുകൾ ഒക്കെ ആയിട്ടുള്ള ഇതേപോലത്തെ കൂട്ടമായിട്ടുള്ള റൈഡുകൾ സ്റ്റാർട്ടാണ്. ഈ വണ്ടികളൊക്കെ ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. ഇടയ്ക്കുള്ള വീട്ടിൽ പോകാനാണ്. ഈ പറഞ്ഞ എല്ലാ വണ്ടികളും അതേ കണ്ടീഷനിൽ ഒറ്റ സെൽഫ് അടിച്ച സ്റ്റാർട്ടാവുന്ന കണ്ടീഷനിൽ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് യഥാർത്ഥമായിട്ടൊരു വണ്ടിപ്രേമി അല്ലെങ്കിൽ വണ്ടിപ്രാന്തിന് മാത്രം പറ്റാവുന്നൊരു കാര്യമാണ്. എൻ്റെ സ്റ്റോറി പറയുന്നത് ഭയങ്കര വലിപ്പമുണ്ട് അവിടെ. ഞാനതൊന്ന് പയ്യൊന്ന് പ്രസ് ചെയ്യാനാണ്. ഇത് എൻ്റെ
അനിയൻ 96-ൽ റാലി കാണാൻ വേണ്ടി വന്നിട്ട് മൂന്നാറിൽ വെച്ച് ആക്സിഡൻ്റായി മരിച്ചു. ഓ ഓക്കെ. അങ്ങനെ ഞാൻ ഇതിനോടുള്ള ബന്ധം വിടുകയാണ്. മനസ്സിലായത് കണ്ട എൻ്റെ രോമം നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ബൈക്കും ഇതിനോട്, കാരണം ആ ഒരു സംഭവത്തിൽ ഈ എൻ്റെ വീട്ടുകാർ, എൻ്റെ സ്വന്തക്കാർ എല്ലാവരും എനിക്ക് അഗെയിൻസ്റ്റായി. ഇങ്ങനെ ഒരു സംഭവമായി ഈ ബൈക്കിംഗ് എന്നുള്ളതിനോട് ഒരുപാട് എതിർപ്പ് വന്നുണ്ടോ എല്ലാവർക്കും? ഒന്ന് കാരണം അത് അവൻ മരിക്കാൻ ഞാൻ കാരണം ഉണ്ടായ ഒരു സംഭവം എന്നാണ്. അത് എന്നെ ഭയങ്കരമായിട്ട് തളർത്തി മനസ്സിനെ തളർത്തി. ഞാൻ അങ്ങനെ ചിന്തിച്ചോ, നിങ്ങൾ 96-ൽ ഞാൻ ഈ സംഭവം ഒഴിവാക്കി. ഏത് ഈ പരിപാടി നിർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ സമയത്തും ഒരു സംഭവമുണ്ട്. ഞാൻ വളരെ ഈ ഇവൻ്റെ മരണം, മാർട്ടിൻ അറിഞ്ഞിട്ട പേര്, ഓക്കെ, ഇവൻ്റെ മരണം പിന്നെ ബാക്കി സംഭവങ്ങളെല്ലാം കൊണ്ട് മെൻ്റലിയും എല്ലാം കൂടി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ബിസിനസ്സും എല്ലാം തകർന്ന്. ശരി. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്ന ടൈറ്റസ് എന്ന് പറഞ്ഞാൽ ഈ ബൈക്ക് സ്കൂട്ടർ ബന്ധം കൊണ്ട് മാത്രം വളർന്ന ഒരാളുമാണ്. കാരണം എനിക്ക് ആ കാലഘട്ടത്തിൽ ഒത്തിരി റാലിയും റേസിങ്ങിലൊക്കെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബൈക്ക് പ്രേമികൾ, റാലി പ്രേമികളൊക്കെ ഇത് കാണുമായിരിക്കും. അവർക്കെല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ആൾക്കാരെ പേരൊക്കെ ഞാൻ പറഞ്ഞാൽ, ഹെഗൻ വാലി റാലിങ് ആൻഡ് റേസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പോളി ആൻ്റണി, ടോണി ആൻ്റണി എൻ്റെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അവർ. അതുപോലെ OG സുനിൽ കേട്ടിട്ടുണ്ടാവും. കേരളത്തിലേക്ക് ഫസ്റ്റ് ആർലി കൊണ്ടുവന്ന OG സുനിലാണ്. അതും വലിയൊരു കഥയാണ്. എന്താ കാര്യമോ, ആ ബൈക്ക് OG അല്ല ഓടിച്ചത്, ഫസ്റ്റ് ഞാനാണ് ഓടിച്ചത്. അതേതാ ബൈക്ക് വരുന്നത്? അത് സ്പോർട്സർ എന്ന് പറഞ്ഞ ബൈക്കാണ്. അതായത് ഈ സൂപ്പർലോ ബൈക്ക്, നമ്മുടെ സൂപ്പർലോ ബൈക്ക് ഉണ്ട് 1200cc. അതിൻ്റെ അതാണ് ബൈക്ക്. പക്ഷേ അതിൻ്റെ ടാങ്ക് എല്ലാം നമ്മുടെ ഡൈന മോഡലായിരുന്നു ആ വണ്ടി. എനിക്ക് നല്ല ഓർമ്മയുണ്ടത്. ആ വണ്ടി OG അന്ന് ഓസ്ട്രേലിയ ആയിരുന്നു. ആ സമയത്താണ് ആ വണ്ടി ഇവിടെ ബോക്സിൽ വരുന്നത്. എൻ്റെ ചെറുപ്രായം. അന്ന് ഈസ്റ്റേൺ റാലി നടക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ OG എന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഞാനാണിത് ഇവിടെ ഒന്ന് അൺബോക്സ് ചെയ്ത്, അന്ന് യൂസ്ഡ് ബൈക്കാണ് OG കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനകത്ത് ഫ്യൂവൽ ഉണ്ടായിരുന്നു കുറച്ച്. അതുകൊണ്ട് ഞാൻ പനമ്പള്ളിനാറിൽ നിന്ന് അവരമ്പള്ളിൽ OGയുടെ ഫ്ലാറ്റിൽ നിന്ന് മനോരമ ജംഗ്ഷൻ വരെ ഞാൻ ഇത് ഓടിക്കേണ്ടായി. അങ്ങനെ ആദ്യത്തെ ഒരു ഹാർലി. അപ്പോൾ കേരള റോഡിൽ ആദ്യം ഹാർലി ഓടിച്ച വ്യക്തിയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അതെ, അത് ഉടമസ്ഥനല്ല ഓടിച്ചത്, ഞാനാണ് ഓടിച്ചത്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഭാഗ്യങ്ങൾ ഇതിനൂടെ ഞാൻ പറഞ്ഞാണ്. അതേ ബന്ധങ്ങൾ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ എൻ്റെ അനിയൻ്റെ മരണം ഇത് നിർത്തി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ടോണി ആൻ്റണി വഴി ആണ് ഞാൻ, അത് വേറെ കഥയിലേക്ക് പോകും. ഞാൻ അതിന് മുമ്പ് തന്നെ ഒരു സംഭവം കൂടി പറയാം. ആ കാലഘട്ടത്തിൽ തന്നെ എൻ്റെ കൂട്ടുകാരനുണ്ട്, ഇന്ന് FMSCയുടെ ഫെഡറേഷൻ മോട്ടോർ സൈക്കിൾ ഓഫ് ഇന്ത്യയുടെ നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ആളാണ്, DS സുജിത് കുമാർ. അതെല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പം എന്ത് പൊസിഷനിലിരിക്കുന്ന പല പൊസിഷനിൽ പുള്ളി ഇരുന്നിട്ടുണ്ട്, ഇന്നുണ്ട്. അങ്ങനെ സുജിത്ത് 99 ഇവിടെ MB ചാക്കോ സ്പോൺസർ ചെയ്ത അങ്കമാലിയിൽ റാലി ഉണ്ടായിരുന്നു. ആ റാലിയിൽ നമുക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ രണ്ടാമത് പുള്ളി പ്രഷർ ചെയ്ത് പുള്ളി നാവിഗേറ്റായിട്ട് എനിക്ക് വന്ന് ഞാൻ ആ റാലി വിൻ ചെയ്തു. ആദ്യത്തെ റാലി തന്നെ, ഈ വലിയ ബ്രേക്കിന് ശേഷം. എൻ്റെ ഈ ബ്രേക്കിന് ശേഷം അത് അങ്ങനെ പറഞ്ഞു. അത് ഒന്ന്. പിന്നെ എൻ്റെ അനിയൻ്റെ മെമ്മോറിയലായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ക്ലബ്ബുണ്ട്, ഞങ്ങൾക്കൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, ഒരു റാലിങ് ആൻഡ് റേസിങ്ങിൻ്റെ INT എന്ന് പറഞ്ഞിട്ട്. ആ ബാനറിൽ INT 500 എന്ന് പറഞ്ഞിട്ട് ഒരു റാലി തൃശ്ശൂരിലും ഒരു റാലി കോയമ്പത്തൂരിലും ഞാൻ നടത്തിയിട്ടുണ്ട്. അത് വലിയൊരു ട്രോഫി ഉണ്ടാക്കുന്നത് ഒരു ഓവറോളിങ് ട്രോഫി ആയിരുന്നു. അത് 2 റാലിയും നമ്മുടെ ഫാക്ടറി ടീം TVS അവരാണ് വിൻ ചെയ്തത്. അങ്ങനെ ആ ട്രോഫി അവർക്ക് കൊടുത്തു, റാലി നിന്നു അതോടി. അതെ, അപ്പോൾ അതങ്ങനെ നിന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് അത് കഴിഞ്ഞ് ഇതിനിടയിൽ എൻ്റെ ജീവിതം പലരെ ഇങ്ങനെ ഗ്രാഫാണ്, ഇങ്ങനെ പോവുകയും താഴത്തേക്ക് പോയി മുകളിലേക്ക് പോയൊക്കെ നടന്നു. 2013 എൻ്റെ സ്വപ്നമായിട്ടുള്ള, ഞാൻ കുഞ്ഞിറപ്പം പോലെ പോസ്റ്റർ ഒട്ടിച്ച് ഇങ്ങനെ, പിന്നെ ഈ പറഞ്ഞ OGയുടെ വണ്ടി കിട്ടി അതൊക്കെ ഓടിക്കുകയും ചെയ്ത ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിലെത്തണം. ഞാനിതൊന്നും ശ്രദ്ധയിൽപ്പെടുകയോ ഒന്നും സംഭവിച്ചു. ഞാൻ എൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പം എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ഇന്ന് നമ്മുടെ FSR മെമ്പർ, കേരളത്തിൽ
ഷോറൂം വരുമ്പോൾ ആദ്യത്തെ ഹാർലി ഓണർ പ്രിൻസ് വർഗീസ് നമ്മുടെ ഇപ്പോഴത്തെ ഗ്രൂപ്പിലുണ്ട്. പ്രിൻസ് എനിക്ക് എൻ്റെ അടുത്ത് എനിക്ക് ആ സമയത്ത് എൻ്റെ അടുത്ത് 2 ജിപ്സി ഉണ്ട്. അന്ന് ബൈക്ക് മോഹം വന്നിട്ട് കാറ് മോഹം വന്നിട്ട് ഇങ്ങനെ ഒരു AC ജിപ്സി, ഒരു ബാക്കി എന്താണ് കംപ്ലീറ്റ് ഓൾട്ടർ ചെയ്തിട്ടുള്ള ഒരു ജിപ്സി, അങ്ങനെ 2 ജിപ്സി ഉണ്ടായിരുന്നു. ഇതിലൊരു ജിപ്സി ഞാൻ വിൽക്കാമെന്ന് വെച്ചപ്പോൾ പ്രിൻസ് വന്നിട്ട് ഒരു ജിപ്സി എൻ്റെ അടുത്ത് എനിക്ക് കൊടുക്കാൻ പോയ ജിപ്സി പ്രിൻസ് വാങ്ങിച്ചിട്ട് പ്രിൻസ് എനിക്ക് ഈ ജിപ്സിയുടെ പൈസ എനിക്ക് തന്നില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഇത് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. ഇത് ഞാൻ മറ്റേ ഹാർലിയുടെ ഡീലർ മിതേഷ് പട്ടേലിൻ്റെ അവിടെ കൊണ്ടേ കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഒരു ബൈക്ക് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്നെ എഗെയിൻ ഇതിലേക്ക് പിടിച്ചിട്ട് ചെയ്ത് പ്രിൻസ് ഇതിലിട്ടു. അങ്ങനെ ഞാൻ സൂപ്പർ ഗ്ലൈഡ് കസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഹാർലി ഡേവിഡ്സൻ്റെ ഒരു ഫാസ്റ്റസ്റ്റ് ബൈക്കാണ്. അത് ആണ് ആദ്യമായിട്ട് സ്വന്തമാക്കി നമ്മുടെ കേരളത്തിൽ. കയ്യെന്ന് വേറെ ഒന്നുമല്ല, ഒരുപാട് നമുക്ക് മോട്ടിവേഷൻ തരുന്നൊരു കഥയാണ് ടൈറ്റസ് ഭായി പറഞ്ഞത്. കഥയല്ലേ, ഇറ്റ്സ് റിയൽ ലൈഫ് സ്റ്റോറി. എന്ന് വെച്ചാൽ ലൈഫിലുണ്ടായി പറഞ്ഞ പോലെ ഒരു ആക്സിഡൻറ്റ്, അതുപോലെ ഉണ്ടാകുന്നൊരു വിഷമം, സ്വാഭാവികമായിട്ടും എല്ലാ ഫാമിലിയും ഉണ്ടാകുന്നൊരു തളർത്തൽ, ഇതെല്ലാം കിട്ടിയതിന് ശേഷവും പുള്ളി ദിസ് കൈൻഡ് ഓഫ് ലെവലിൽ എത്തും. ഇപ്പോൾ ടൈറ്റസ് ഭായിനെ ഞാൻ പുള്ളിയുടെ മുമ്പിൽ വെച്ച് തന്നെ പറയാം, ഞാൻ ഒരുപാട് ആരാധിക്കുന്ന വ്യക്തിയായിട്ടാണ്. പുള്ളിയുടെ റൈഡിങ്ങിൻ്റെ സ്കില്ലിൽ, റൈഡിങ് മാത്രമല്ല നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. ഇപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ നമ്മൾ അതുപോലെ ടേക്ക് ചെയ്യുന്ന പുള്ളിയാണ്. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ റൈഡിങ് സ്കിൽസ് ആയാലും ഇപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ആരും മോശമല്ല. ഇപ്പോൾ നമ്മൾ ഈ വാൽപ്പാറ റൂട്ട് വരുമ്പോൾ എല്ലാവരും കേർവ്സ് എടുക്കുന്നത്, ഞങ്ങളെല്ലാവരും ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ വന്നുകൊടുക്കുന്നത് ബൈക്കിൽ നിന്നിട്ട്. നമുക്ക് എല്ലാവരെയും കാണാം, വി ക്യാൻ മോണിറ്റർ. ഞങ്ങൾ ആരെയും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നമുക്ക് അവരെ റൈഡിങ് കാണുമ്പോൾ ഒരുപാട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ബൈക്കിങ് നിർത്തിയിട്ട് 8 കൊല്ലം ആദ്യമായിട്ട് എനിക്കൊരു ബൈക്ക് മേടിച്ചാൽ കൊള്ളാം എന്ന് ഇപ്പോൾ വീണ്ടും തോന്നി. ഇവരുടെ ഈ റൈഡിങ്ങും ഇവരുടെ ഈ കമ്പനിയും ഒരു അടിച്ചുപൊളിയും, പിന്നെ രാത്രി ക്യാമ്പ് ഫയർ ഉണ്ട്, ബാർബിക്യൂ ഉണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സോ ബീയിങ് എ പാർട്ട് ഓഫ് ദിസ് ഓൾ ഇസ് പ്യുവർ ഫണ്ണാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ടൈറ്റ് പോയി ഒരു മിനിറ്റ് വൈദവേ എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചെറിയൊരു ലൊക്കേഷൻ ചേഞ്ച് നടത്തി. എന്ന് വെച്ചാൽ ഒരുപാട് ഇരുട്ടായി, കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. എന്താ വെച്ചാൽ ഒരു 10-12 പേര് വോയിസ് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അവരടിച്ച് പൊളിക്കുകയാണ്, എനിക്ക് അവരുടെ അടിച്ച് പൊളിക്കണമെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവർ ഒരു 2 ദിവസത്തെ റൈഡ് അടിച്ച് പൊളിക്കാൻ വന്നിട്ട് നമ്മൾ ശബ്ദിക്കുന്നത് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നിർത്തി കൊടുത്ത് വെച്ചിട്ട് നമ്മളിവിടെ നിർത്തിയത് ടൈറ്റ് വേയുടെ ബൈക്കിൻ്റെ ഹാർലി ഡേവിഡ്സൺ മേടിച്ച കഥയില്ല. അപ്പോൾ അങ്ങനെ 2013 ഞാൻ പറഞ്ഞ പോലെ ജിപ്സി കൊടുത്തു, പൈസ കൊണ്ട് പ്രിൻസ് അവിടെ കൊടുത്ത്, അങ്ങനെ ഹാർലി നിർബന്ധിതമായിട്ട് ഹാർലിയിലേക്ക് വന്നു. അപ്പോൾ ഹാർലി മേടിച്ചെങ്കിലും പിന്നെ എനിക്ക് റൈഡ് ചെയ്യാൻ അങ്ങനെ പോകാനുള്ളൊരു ആ മൂഡും സിറ്റുവേഷൻ ആയിരുന്നില്ല. ബിസിനസ്സിൻ്റെ തിരക്കും പിന്നെ അങ്ങനെ എൻ്റെ ഇളയ മോനും എൻ്റെ കസിൻ ബ്രദറുണ്ട് നിർമ്മലി, ഇവ നമ്മുടെ FSRലുണ്ട്. നിർമ്മലോട് പറഞ്ഞു നിങ്ങൾ ഈ റൈഡിനൊക്കെ പോടാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞില്ല. ഹാർലിയുടെ കൾച്ചർ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ എന്നെ. അങ്ങനെ ഞാൻ പോയി, ഇവർ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ കാലഘട്ടത്തിലാണ് ഹാർലിയുടെ ഒരു ഇതുപോലെ എന്താണ് പറഞ്ഞ റിലേഷൻ്റെ ഏറ്റവും വലിയ സംഭവമാണല്ലോ ഹോക്ക്, ഹാർലി ഓണേഴ്സ് ഗ്രൂപ്പ്. അതൊരു ക്ലബ്ബ് പോലത്തെ സംവിധാനം അവർക്കുണ്ട്. അത് ഇന്ന് ലോകത്തിൽ വേറെ ഒരു ബൈക്കുകാർക്കും ഇല്ല, കാറുകാർക്കും ഇല്ല. ഒരു എന്താ പറഞ്ഞ ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് അല്ല, അവരൊരു കൾച്ചറാക്കി വെച്ചേക്കുന്നത്. ടൈറ്റസ് ആയാലും ബെർണാഡ് ആയാലും പ്രിൻസ് ആയാലും ഇവരെല്ലാവർക്കും നമുക്ക് നമ്മുടെ ഒരു എപ്പിസോഡിന്റെ ഡ്യൂറേഷൻ 20 minutes ആണ്. കംപ്ലീറ്റ് കവർ ചെയ്യാനുള്ള സ്റ്റോറി ഇവർക്ക് പറയാണ്ട്, ഇവർക്ക് എക്സ്പീരിയൻസ് അമ്മാരിയാണ്. എന്നുവെച്ചാൽ ടൈറ്റസിന്റെ ഈ റാലി എക്സ്പീരിയൻസ് നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ 12:30 ഇവിടെ എത്തിയതാണ്. നമ്മൾ ലഞ്ച് കഴിക്കുമ്പോഴും കോഫി കുടിക്കുമ്പോഴും നമ്മളിവിടെ അടിച്ചു കുടിക്കുമ്പോഴും എല്ലാം ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. അതേ ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരു കംപ്ലീറ്റ് റൈഡിൻ്റെ പാറ്റേണും ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് എന്നെ സെൽഫായിട്ട് തോന്നി, എന്തിനാണ് ഇപ്പോൾ ഞാൻ ബൈക്കിംഗ് നിർത്തിയത്. ഒരു ബൈക്കിംഗ് മേടിക്കുമ്പോൾ ഇവരൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഇടയ്ക്ക് മിസ് ചെയ്യും. അപ്പോൾ അത് പറഞ്ഞത് അത്രയും ഒരു ക്ലോസ് സർക്കിളാണ് ഈ ബ്രദർഹുഡ്. അല്ല, ഇത് ഞാൻ പറയാം ശങ്കർ, ഇതൊരു വേറൊരു വികാരമാണ്. നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞത് ബൈക്ക് മേടിക്കൂ എന്താ കാര്യമാണ്. വൺസ് എ ബൈക്കർ ഓൾവേസ് എ ബൈക്കറാണ്. എനിക്ക് 55 വയസ്സായി, മനസ്സിലായ. ഞാൻ ഇന്ന് ഇരിക്കണ എൻ്റെ എന്താ പറഞ്ഞ ഈ എനർജി കംപ്ലീറ്റ് എൻ്റെ ബൈക്കിങ് തരുന്ന എനർജിയാണ്. അത് ഞാൻ 100% ഞാനത് വിശ്വസിക്കുകയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ ഓരോരുത്തരോടും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ബൈക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു എനർജിയാണ്. ശങ്കറിനെ ഞാൻ വെൽക്കം ചെയ്യണം നമ്മുടെ ഗ്രൂപ്പിലേക്ക്. ശങ്കർ ഇതിൽ വരണം, കാരണം
ഇപ്പം ഞാൻ എൻ്റെ ഈ പറഞ്ഞ കൂട്ടുകാരും അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി ഞങ്ങൾ നല്ലൊരു ടീമിനെ ആണ് ഈ FSR ഉണ്ടാക്കിയേക്കണത്. അതിന് നല്ല ഒരു പ്ലാനിങ്ങും ഒക്കെ ഉണ്ട്, മനസ്സിലായോ? ഇവിടെ പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനത്തെ പൊളിറ്റിക്സ് ഒന്നുമില്ല, സ്ഥാനമാനമൊന്നും എല്ലാവരും പ്രസിഡന്റ് സെക്രട്ടറിയാണ്. പക്ഷേ ഇത് നിങ്ങൾ ശങ്കർ നമ്മൾ ഗ്രൂപ്പിലേക്ക് വരൂ, കാരണം നിങ്ങൾ ഞാൻ വെൽക്കം ചെയ്യണം. കാരണം ശങ്കർ കറക്റ്റാണ് ഞങ്ങൾക്ക്. ഇത് പെർഫെക്റ്റ് ടീമാണ്. കാരണം ഇപ്പോൾ ലാസ്റ്റ് ഇയർ വിദേശത്ത് പോയി റൈഡ് ചെയ്തു, അത് നെക്സ്റ്റ് ഇയർ വിദേശത്ത് റൈഡ് ഉണ്ട്. അങ്ങനെ പല പല ആക്ടിവിറ്റീസ്, അതായത് ബെസ്റ്റ് ആക്ടിവിറ്റീസ് വിത്ത് ഈ പറഞ്ഞ പോലെ നല്ല ഒരു ടൈം പാസ്, ഗ്യാതറിങ് എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടീമാണ് ടീം FSR. ഞാൻ ഇന്ന് വളരെ അഭിമാനത്തോടെ ആണ് പറയുന്നത്, ശങ്കർ ഇതിലേക്ക് വരിക. തീർച്ചയായും ശങ്കർ പരിചയമുള്ളവരോട് പറയുക, ബൈക്ക് മേടിക്കുക, എൻജോയ് ചെയ്യുക, ദാറ്റ് ഈസ് ലൈഫ്. ഓക്കെ. അടുത്ത ആൾ വരട്ടെ. വളരെ ലെജൻഡറി ആയിട്ടുള്ളൊരു റൈഡറാണ് നാസർക്കയുടെ പ്രോപ്പർട്ടികൾ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്ത്. നാസർക്കയുടെ പ്രോപ്പർട്ടിയുടെ പേരെന്തായിരുന്നു? മിയോ മായി. അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസ് ആണ് അത്. നമ്മൾ അവിടെയാണ് ഒരു 1/2 hour 1 hour നമ്മുടെ റൈഡേഴ്സ് എല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്ത് നല്ല അടിപൊളി കരിക്ക് കുടിച്ച് അവിടെ നമ്മൾ പോകുന്നത്. നാസർക്ക എന്ന് പറഞ്ഞാൽ ഒരുപാട് സോളോ റൈഡ്സ് കൊൽക്കട്ട അല്ലേ, കൊൽക്കട്ട, ഗോവ, പിന്നെ എവിടേക്ക് പറഞ്ഞോളൂ, എനിക്കറിയുന്ന 2 സ്ഥലമുള്ളൂ. സോളോ അധികം ചെയ്തിട്ടില്ല. സോളോ ബോംബെ ട്രിപ്പ്, ഗോവ. ഇപ്പോൾ അടുത്തൊരു ട്രിപ്പ് പോയി സോളോ ഇറങ്ങി. അതിൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നോർത്ത് ഈസ്റ്റിലേക്ക് പ്ലാൻ ചെയ്തു. ഓക്കെ. നമ്മൾ അപ് ടു UP ബോർഡർ വരെ പോയി. പിന്നെ അവിടെ പോയപ്പോൾ ഭയങ്കര ഫോഗും മിസ്റ്റും ഒക്കെ ആയപ്പം അങ്ങനെ റിട്ടേൺ ഗോവയിലേക്ക്. ഗോവയിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് GSA ഉണ്ട്, ഫാറ്റ് ബോയ് ഉണ്ട്. ഒരു റെഡ് ഫാറ്റ് ബോയ് ഉള്ളത് നാസർക്കയുടെയാണ്. രണ്ടും 2 കൾച്ചറിലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലീഗുള്ള ബൈക്കാണ്. ഏതാണ് നാസർ ബൈക്ക് കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? രണ്ടും 2 പർപ്പസാണ് എനിക്കറിയാം, പക്ഷെ ചോദിക്കുന്നത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ എൻജോയ് ചെയ്യുന്നത് ഹാർലിന്നാണ്. പക്ഷേ നമ്മളെ ഇന്ത്യൻ റോഡ്സിന്, അതായത് പെട്ടെന്നൊരു ഹമ്പ് വരും. ഒന്നുകൂടി പ്രാക്ടിക്കലായിട്ട് ഒരു SUV-ൻ്റെ ഒക്കെ ഒരു ഫീലാണ് മറ്റേ GS. ഇപ്പോൾ കൂടുതൽ റൈഡ്സ് ഇപ്പോൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ റൈഡ്സ് പോയിക്കുന്നത് കൂടുതലും ഏതിലായിരിക്കും? ഞാൻ ഇപ്പോൾ GS എടുത്തിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഓക്കെ. ഞാനിപ്പോൾ ഒരു 29,000 കിലോമീറ്റർ ഓടിച്ചു. അതിന് മുമ്പ് ഹാർലി ആയിരുന്നു. അപ്പോൾ ഹാർലി എടുത്തത് തന്നെ ഞാനൊരു ബൈ ആക്സിഡൻറ്റ്. ഐ എം നോട്ട് എ റൈഡർ ആക്ച്വലി. You became a rider by accident. Okay. So I was riding my bike before my marriage. Okay. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പിന്നെ that was in 89. അപ്പോൾ ബൈക്ക് കിട്ടു. എൻ്റെ ശേഷം only 4-wheeler. ഓക്കെ. അപ്പോൾ കാറിൽ ഒത്തിരി ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, ബൈ റോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു കാരവൻ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ സോളോ ഒക്കെ അടിച്ചിട്ടുണ്ട്, ഫാമിലിയായിട്ട് അടിച്ചിട്ടുണ്ട്. അങ്ങനെ 2013 കൊടൈക്കനാലാണ് ബിസിനസ് എനിക്ക്. ഓക്കെ. അപ്പോൾ അവിടുന്ന് മകനെ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിടാനുള്ള പ്ലാൻ ചെയ്തു. കൊച്ചി വന്ന് സെറ്റിലായി. അപ്പോൾ കൊച്ചി വന്ന് സെറ്റിലാകുമ്പോൾ ഇങ്ങനെ ട്രാഫിക് ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്തൊക്കെ പോകാൻ വേണ്ടി ഒരു 2-wheeler മേടിക്കാൻ പ്ലാൻ ചെയ്തു. സ്കൂട്ടർ ഹാർലി ആയിട്ട് ഉദ്ദേശിച്ച സ്കൂട്ടറായിരുന്നു അതല്ല. ഓക്കെ നാസർക്ക, താങ്ക് യു വെരി മച്ച്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിനകത്ത് നമ്മൾ വിളിക്കും. നാസർ ഭായി വേൾഡ് ട്രിപ്പ് പോയി എത്തിയിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും. താങ്ക് യു. കോച്ചിനും ബെർണാഡ് ഭായും ഭീകര കളിയാണ്. സ്കോർ കാർഡ് ഫൈനൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തൊരു ടീമിന്റെ ചെസ് ബോർഡ് ഡേ ഉണ്ട്, ക്യാരം ബോർഡ് ഫുൾ ആക്റ്റീവാണ് മാര്. നമുക്കുള്ള ഫിഷൊക്കെ റെഡിയാക്കിയാണ് ഗ്രില്ല് ചെയ്യാനുള്ളത്. കിച്ചൺ തന്നെ വളരെ ആക്റ്റീവായിട്ട് കിച്ചണിലെ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. അണ്ണാ, ഹൗ ആർ യു? നെക്സ്റ്റ് വി ഹാവ് പ്രിൻസ് ഉള്ള ചേട്ടൻ ഒരുപാട് റൈഡിങ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഇപ്പോൾ നേരത്തെ ടൈറ്റസ് മെൻഷൻ ചെയ്തിട്ട് അദ്ദേഹം ഹാർലി എടുക്കണ കഥയൊക്കെ ഞങ്ങൾ പറഞ്ഞത്. ആ പ്രിൻസ് ഉള്ള ചേട്ടനാണ് ഈ ചേട്ടൻ. പ്രിൻസ് ചേട്ടൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫാറ്റ് ബോയ് ആണ്. അതെ. ഒരുപാടായിട്ട് ഹാർലിനെയാണ് യൂസ് ചെയ്യുന്നത്. അതെ. ഇപ്പോൾ നമ്മുടെ ഗ്യാങ്ങിനകത്ത് ഒരുപാട് പേരിൽ സ്റ്റാർട്ട് ചെയ്ത് ഹാർലിയിലും ഇപ്പോൾ എത്തിക്കുന്നത് BM-ലും ഹോണ്ടയിലും ട്രയംഫിലൊക്കെയാണ്. എന്താണ് ആ ബ്രാൻഡിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നൊക്കെ ഒരു കാരണം? ആക്ച്വലി ഹാർലി ഡേവിഡ്സണിൽ കേരളത്തിലെ ഷോറൂംസ് വന്നപ്പോൾ ഫസ്റ്റ് ഹാർലി ഡേവിഡ്സൺ ബൈക്കാണ് എൻ്റെ ഇൻവോയ്സ് നമ്പർ 1. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഷോറൂം വരെ പോയതാണ് ആക്ച്വലി. ചെന്നപ്പോൾ
ടെർമിനേറ്ററിലുള്ള വണ്ടിയാണല്ലോ. അപ്പോൾ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ 2 പാക്ക് ചെയ്തോളം പറഞ്ഞു. 2 പാക്ക്. ഒന്ന് എൻ്റെ ഫ്രണ്ട് സിദ്ദിഖ് എന്ന് പറയും, പുള്ളി ആക്ച്വലി മരിച്ചുപോയി ഇപ്പോൾ. എനിക്കറിയാം അദ്ദേഹത്തെ. പിന്നെ ഒന്ന് ഇത്. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് ബൈക്ക് മേടിക്കുന്നത്. അന്ന് മുതലേ ഹാർലിയാണ്. ആ വർഷം തന്നെ ഞാൻ ആക്ച്വലി ഒരു ഹോണ്ടയുടെ VFR എടുത്തായിരുന്നു. സ്പോർട്സ് ബൈക്ക് എടുത്തായിരുന്നു. VFR. പക്ഷേ എനിക്ക് എന്നും ഹാർലിയോടാണ് എൻ്റെ പ്രേമം മുഴുവൻ. ആക്ച്വലി 1995 ബുള്ളറ്റ് മാക്സിസ്മോ എന്നൊരു ബൈക്ക് ഉണ്ടാവും. ഞാൻ അന്നത് എടുത്ത് മോഡിഫൈ ചെയ്തിട്ട് അതിനകത്ത് ഹാർലിയുടെ സ്റ്റിക്കർ ചെയ്ത്, അതായത് 1995. ഇവിടെ ആൾക്കാർ അങ്ങനെ ഹാർലി ഇല്ല, ഹാർലി എന്ന് കേട്ടിട്ടുണ്ടെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അന്ന് മുതലേ നമ്മളതിൻ്റെ ഫാനാണ്. പക്ഷെ അബദ്ധവശാൽ നമ്മൾ ഷോറൂമിൽ പോയി ജസ്റ്റ് കണ്ടു. ഫസ്റ്റ് ഹാർലി ഡേവിഡ്സൺ മേടിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടി. നല്ല വർക്കത്തുള്ള കൈയാണ്, ഹാർലിക്ക് കൊടുക്കത്തില്ല. അതെ, അവിടെ നിന്നാണ് നമ്മുടെ ഓരോ ഫ്രണ്ട്സിനെയും നമ്മൾ മേടിക്കാനുള്ള ടെൻഡൻസി കയറ്റി ലൂക്ക് കോച്ചനാണെങ്കിലും ടൈറ്റസ് ആണെങ്കിലും അവരൊക്കെ ഇതിനകത്തേക്ക് എത്തിച്ചാണ്. പക്ഷേ ആ ബന്ധം ഇന്നും തുടരുന്നു. പക്ഷേ VFR എന്നുള്ള ഹോണ്ടയുടെ ഒരു വെഹിക്കിളാണ്. അത് ഒരുപാട് സ്മൂത്ത് അല്ലേ ഹോണ്ടയുടെ ബൈക്ക്? 100%. അത് വേറെ രണ്ട് ഡിഫറെൻറ്റ് രീതിയാണ്. ഹോണ്ടന് വേറൊരു ഹൈ സ്പീഡ് ബൈക്കാണ്, ഭയങ്കര സ്മൂത്താണ്. പക്ഷെ നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ തിക്കാകുന്നത് ഈ ഹോഗൻ എന്ന് പറയുന്ന ഹാർലി ഡേവിഡ്സന്റെ ഒരു ഗ്രൂപ്പിന്റെ അത് എനിക്ക് തോന്നുന്നു വേൾഡിൽ ഒരു വെഹിക്കിളുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ എത്ര കോടിയുടെ പറയാം ഇല്ല എത്ര കോടിയുടെ വണ്ടി മേടിച്ചാലും ഒരു ഹാർലി ഉള്ള ഒരാൾ ആ കിട്ടുന്നൊരു ബോണ്ടിങ് ഉണ്ട് ഫ്രണ്ട്സ് തമ്മിൽ. അതൊരു അൾട്ടിമേറ്റ് ഒരു വേറെ ലെവലാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഒരു ബൈക്ക് അപ്ഗ്രേഡേഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ചേട്ടൻ ഏത് ബൈക്ക്? ഞാനിപ്പോൾ അടുത്ത് ഒരെണ്ണം എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് BMW അഡ്വഞ്ചർ ബൈക്കാണ്. GSA ആണ്. അപ്പോൾ ഒരുപാട് യാത്രകൾ അതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹാർലി വയ്ക്കും? ഹാർലി ഉണ്ടാകും. അതായത് എൻ്റെ മരണം വരണം. അതിനുശേഷം എൻ്റെ മോന് ഇപ്പോഴേ ഞാൻ കൊടുത്തേക്കുന്നൊരു വണ്ടിയാണത്. അതൊരിക്കലും ആ വണ്ടി കളയില്ല. ഈ ബന്ധങ്ങളെല്ലാം കിട്ടിയേക്കുന്നത് ആക്ച്വലി ഹാർലി എന്ന് പറഞ്ഞു ഒരു ബ്രദർഹുഡ് ഭയങ്കര അതിൽ നിന്നാണ്. ഇന്ന് ഈ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ബേസ് അതാണ്, ഹാർലി തന്നെയാണ്. ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല, ഹലോ എന്ന് പറഞ്ഞ് ജാളിട്ടിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ല. ഇവിടുന്ന് ആരും ചെറിയ സമയം വരെ ഉണ്ടല്ലോ. ഇവിടെ 12ക്ക് എത്തുകയാണ്. അപ്പോൾ തുടങ്ങി അടിച്ചുപൊളിയാണ്. ഭക്ഷണം, ലഞ്ച്, ഹൈ ടീ, പിന്നെ കോഫി, പിന്നെ മറ്റു പല ഡ്രിങ്ക്സ്, പല കാര്യങ്ങളായിട്ട് എല്ലാവരും ലൈവാണ്, വളരെ അറ്റാച്ച്ഡ് ആണ്. അത് പറഞ്ഞാൽ ആ ഒരു ബൈക്കിംഗ് കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകതയാണിത്. ഇപ്പോൾ മകന് ബൈക്ക് കൊടുത്തൊരു ഇൻസിഡൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അപ്കമിങ് ബൈക്കിംഗ് കമ്മ്യൂണിറ്റിയോടെ എന്ന് വെച്ചാൽ ഫ്രണ്ട്സായിട്ട് ഒരുപാട് റൈഡിങ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. അപ്കമിങ് ബൈക്കിംഗ് കമ്മ്യൂണിറ്റിയോടുള്ള റൈഡേഴ്സിനോട് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും സേഫ്റ്റിയാണ് ഫസ്റ്റ്. നമ്മുടെ ഗവൺമെൻറ് ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രം ഓടിക്കാൻ ശ്രമിക്കുക. ഒരു ലോങ് റൈഡൊക്കെയാണ് ഫുൾ കിറ്റ് ഉപയോഗിക്കുക. ഗ്ലൗസ്, ഷൂസ്, അതിൻ്റെ ബൂട്ട് എല്ലാം സാധനം ഉപയോഗിക്കുക. അപ്പോൾ തന്നെ എല്ലാവരും ഹെൽമെറ്റ് ഇടും. പക്ഷേ ഹെൽമെറ്റിൻ്റെ ക്ലിപ്പ് പലരും ഇടാൻ മറന്നു പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റിയാണ് ഫസ്റ്റ്. അപ്പോൾ നമ്മുടെ എല്ലാ ഫുൾ ജാക്കറ്റ് ആൻഡ് കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ റൈഡിങ്ങിന്. ഓവർ സ്പീഡല്ല ആക്ച്വലി ഈ ബൈക്ക് എൻജോയ് ചെയ്യുന്നത്. ചിലരായിരിക്കും ഭയങ്കര, എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾ റൈഡിന് പോകുമ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡല്ല ആക്ച്വലി. ഒരു മീഡിയം സ്പീഡാണെങ്കിലും നമ്മൾ അതിനകത്താണ് എൻജോയ് ചെയ്യുന്നത്. ആ ഒരു എക്സ്പീരിയൻസ്, പോയിന്റ് എ നിന്ന് പോയിന്റ് ബിക്കുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അതെ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ചേട്ടാ. ഒരുപാട് റൈഡ് നമുക്ക് ഇനി അപ്കമിങ് ഉണ്ട്, ഞാൻ നിങ്ങളൊപ്പം ഉണ്ടാവും. താങ്ക് യു. രോഹിത് തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ ഒരുപാട് നാളുടെ ക്ലോസ് ഫ്രണ്ടാണ്. രോഹിത് ഓൾമോസ്റ്റ് ബൈക്കിൽ നിന്നാണെങ്കിൽ ഒരു 10 ഇയേഴ്സിന് മുകളിലായി അല്ലേ? രോഹിത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, രോഹിത് അന്ന് 10 വർഷം മേടിച്ച ആ സെയിം ഹാർലിയുടെ ബൈക്കാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ ഉണ്ട് അതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ? ഒരുപാട് പേര് ഹാർലിന്ന് BMWക്കും ഹോണ്ടയിലേക്കും ട്രയംഫിലേക്കും മാറിയിട്ടുണ്ട്. രോഹിത്തിൻ്റെ സ്റ്റോറി എന്താണ്? ഹാർലി വാങ്ങുക എന്നുള്ളൊരു ഡ്രീമായിരുന്നു, അത് നടന്നു. സോ അത് കഴിഞ്ഞിട്ട് റൈഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ നല്ല നല്ല ഫ്രണ്ട്സ്, നല്ല നല്ല ഗ്യാങ്സ് കാര്യങ്ങളൊക്കെ വന്നു. വളരെയധികം ദൂരങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 94,000-95,000 കിലോമീറ്റേഴ്സ് ഈ വണ്ടി. സോ ഈ ഗ്രൂപ്പിൽ വന്നേ പിന്നെ വളരെയധികം അഡ്വഞ്ചർ ബൈക്സും ഡിഫറെൻറ്റ് ബൈക്സും ക്ലബ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈവൺ ഒരെണ്ണം അച്ചീവ് ചെയ്യണമെന്നുള്ള പ്ലാനുണ്ട്, ആഗ്രഹമുണ്ട്. ഏതായിരിക്കും മേടിക്കാൻ അപ്ഗ്രേഡ് ചെയ്യുന്ന പ്ലാൻ? എനിക്ക് ഓഫ് റോഡ് ബേസ്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വണ്ടിയും കൊണ്ട് ഓഫ് റോഡ് പോകുക എന്നുള്ളത് പോസിബിൾ അല്ല. ബട്ട് ഈവൻ എന്നാലും അതൊന്ന് ട്രൈ ചെയ്യും. വാങ്ങുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കേറ്റിൻ്റെ ആണ് ഡ്രീം. ഓക്കെ. സോ എൻ്റെ ഓട്ടോമാറ്റിക് വേർഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിനൊരു ഫീൽ കുറവാകുമെന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. എന്നിരുന്നാലും ഇപ്പോൾ മാനുവൽ ഇറങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ 2022 മാനുവൽ ഇറങ്ങിയിട്ടുണ്ട്. മേടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, മേടിക്കും.
രോഹിത് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്, ഹീസ് കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുകയാണ്. ഇപ്പോൾ എനിക്കറിയാം രോഹിത്തിന് ഒരുപാട് ട്രാവലിങ്സ് ഉണ്ട്. ഇപ്പം ഇന്ന് കാലത്ത് ഇവിടുന്ന് മധുരയിൽ നിന്നാണ് രാവിലെ വന്നത്. ഈ റൈഡിന് വേണ്ടി മാത്രം പുള്ളി നാസർക്കാട് പ്രോപ്പർട്ടിയിലേക്ക് മധുരയിൽ വന്നു. ഇനി ഈ റൈഡ് തിരിച്ചു മധുരയിലേക്ക് പോകും. എങ്ങനെയാണ് ഈ വർക്കും ഇതുപോലെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സാധാരണ എല്ലാവരും പറയും ബൈക്ക് ഓടിച്ചെടുക്കാൻ ഒരു പണിയിലുള്ള ദുഷ്പേര് ബൈക്കർമാർക്ക് എപ്പോഴും ഉണ്ട്, അറിയാലോ, ഞാൻ കുറേ കേട്ടിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് വർക്കും ബൈക്കിംഗ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇറ്റ്സ് ഹാർഡ് ടു മെയിൻറ്റെയിൻ. പക്ഷെ എന്നിരുന്നാലും ഞാൻ പലപ്പോഴും പല പ്രശ്നങ്ങളും ഇതും എല്ലാം ഷട്ട് ഓഫ് ചെയ്തിട്ടാണ് റൈഡിങ്ങിന് വരുന്നത്. അപ്പോൾ ഒരു ഷട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഇന്റേണൽ ഒരു പ്ലഷർ, അല്ലെങ്കിൽ ഒരു സന്തോഷം, അത് റൈഡിങ്ങിൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നതാണ്. കൂടുതലും ഞാൻ സോളോ ആണ് കൂടുതലും പോവല്. മാക്സിമം ഈ പറഞ്ഞ പോലെ കമ്മിറ്റ്മെന്റ്സ് എല്ലാം എപ്പോസ് ഓറെ സ്റ്റോപ്പ് ഇട്ടിട്ട് സ്റ്റാഫുകളൊക്കെ ഏൽപ്പിച്ച് നേരെ പോരും. എന്നിട്ട് ആ ഒരു പ്രഷറിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വരുന്നത്. ഈ റൈഡിങ്ങിനോടുള്ള ഒരു പാഷൻ കാരണം നമ്മൾ ചെയ്യുന്നതാണ്. പലതവണ ഇതുപോലെ പല സ്ഥലത്തേക്കും ഇതുപോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് അവിടെ ചെന്ന് റൈഡ് ചെയ്ത് തിരിച്ചു പോകുന്ന സിറ്റുവേഷൻസ് പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. കൂടുതലും ഗോവ പോകുമ്പോഴൊക്കെയാണ് കൂടുതലും ഉണ്ടാവാറ്. കാരണം എനിക്ക് എൻ്റെ ബിസിനസ് ടൈം കാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഗ്യാങ്സ് എല്ലാവരും ട്രാവൽ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. ബട്ട് സ്റ്റിൽ ഞാൻ എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും ഓടിച്ച് അവിടെ എത്തും ഞാൻ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വേർട്ടിക്കൽ പ്രോപ്പർട്ടി വാൽപ്പാറയിൽ ഇവിടെ ഫോണിന് നെറ്റ്വർക്ക് ഇല്ല. നെറ്റ്വർക്ക് കിട്ടുന്ന 1-2 സ്പോട്ടുകളിൽ രോഹിത് ഈ പറഞ്ഞ പോലെ ഫോണിൽ അത് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുള്ളിക്ക് ഒന്ന് പോസ് ചെയ്ത് സമാധാനത്തിൽ വരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ റൈഡിന് പോരണം, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്ത് എത്തണം. നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലമാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. വെരി ഗുഡ്. അപ്പോൾ രോഹിത് നമുക്ക് കാണാം. നമുക്ക് ഇനി ഇതുപോലെ ഒരുപാട് റൈഡ്സ് കവർ ചെയ്യണം നമുക്ക് ഒരുമിച്ച്. ഓക്കെ, റൈറ്റ് സൈഡ്. ഹായ് ജയശങ്കർ. രാത്രി ലേറ്റായി, ബാർബിക്യൂ ക്യാമ്പ് ഫയറിൻ്റെ ടൈമാണ്, നമുക്ക് ക്രിസ്പാക്കി എടുക്കാം. ജയശങ്കറിൻ്റെയാണ് BMW K1600 എന്നുള്ള ബൈക്ക്. നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് വന്നതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബൈക്ക് നിങ്ങളാണ്. അതെ, എനിക്ക് കാണുമ്പോൾ ഒരുപാട് ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ പണ്ട് യൂസ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും എല്ലാം സൂപ്പർ ബൈക്സ് ആയിരുന്നു. ദേ ക്വൈറ്റ് ലൈറ്റ്, അറിയാലോ, അതുകൊണ്ട് എനിക്ക് തോന്നുന്നതായിരിക്കാം. പക്ഷെ നിങ്ങളത് പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു ഹെവിനെസ് ഓടിക്കുമ്പോണ്ടോ ബൈക്ക്? ഞാൻ എൻ്റെ ബൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ചെറുപ്പത്തിൽ തൊട്ട് ഐ ആം സോ പാഷനേറ്റ് ബൈക്ക്. പക്ഷേ ഞാൻ 2017 ഐ കെയിം ടു സൂപ്പർ ബൈക്സ്. ലൈക്ക് ഞാൻ ആദ്യം എടുത്തൊരു സ്ട്രീറ്റ് ബോബാണ്. ആ സ്ട്രീറ്റ് ബോബാണ് ഏറ്റവും ലൈറ്റസ്റ്റ് വെഹിക്കിൾ റോഡ് ഓൾ ദിസ് വൈൽ. അതിനുശേഷം ഏറ്റവും വലിയ ബൈക്ക് എടുത്തേക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ, ഇതിനു മുമ്പ് എനിക്ക് സ്ട്രീറ്റ് ഗ്ലൈഡ് ആയിരുന്നു ഹാർലി ഡേവിഡ്സൻ്റെ. ഹാർലി ഡേവിഡ്സൺ ഐ സ്വിച്ച് ടു BMW K1600. അതാണിപ്പോൾ ഞാൻ റൈഡ് ചെയ്യുന്ന ബൈക്ക്. പക്ഷേ നിങ്ങൾക്ക് തോന്നുവാണെങ്കിലും ഏറ്റവും ഈസി ആയിട്ട്, ദാറ്റ് ഈസ് നമ്മൾ വളരെ കൂളായിട്ട് റൈഡ് ചെയ്യാൻ പറ്റിയ ഒരു ബൈക്കാണ് K1600 എന്ന് പറയുന്നുണ്ടെങ്കിലും അത്രയും നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ എളുപ്പമുള്ള ബൈക്കാണ്. നമ്മൾ ആ ഹെവിനെസ് ഒക്കെ ഉണ്ടാവും. അറൗണ്ട് 400 kg. 400 kg അതാണ് ക്വൈറ്റ് ഹെവി അല്ലേ? അപ്രോക്സിമേറ്റ്ലി എത്ര വെയിറ്റ് ഉണ്ട് എല്ലാവരും വെയിറ്റ്. പിന്നെ നമ്മൾ എല്ലാം 2 സൈഡിൽ പാനിയേഴ്സ് ഉണ്ട്, ടോപ്പ് ബോക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അത് ബൈക്ക് ഡിസൈൻ ചെയ്തെങ്കിൽ എല്ലാം എയറോഡൈനാമിക്സ് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് റോഡിലും ഏത് വിൻഡും എനിത്തിങ് നമുക്കതിന് മോഡ്സ് ഉണ്ട്, പല മോഡ്സ് ഉണ്ട്. ഇപ്പോൾ റോഡ്, ഡൈനാമിക്, അതേപോലെ തന്നെ റെയിനിങ്, എല്ലാ മോഡ്സിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യും. ബൈക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ സുഖമാണ്. ഞാൻ നിർമ്മലായിട്ടൊരു കോഫി അടിച്ചിരിക്കുന്നു, നിങ്ങളൊക്കെ അപ്പുറത്തായിരുന്നു. അപ്പോൾ നിർമ്മല പറഞ്ഞേ, ഈ ബൈക്ക് ഓടിച്ച ശങ്കരേട്ട ഇത് ബൈക്കുകളിൽ ടെസ്റ്റ് ക്ലാസ് ആയുള്ളൂ. ഇവിടെ ഓടിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു ക്വൈറ്റ് കുഷനിങ്. നമുക്ക് നമ്മളെ ബൈക്ക് ഇരിക്കുമ്പോൾ നീക്കുമ്പോൾ സംഭവം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ഹെവിനെസ് ആയിരുന്നു എൻ്റെ കൺസേൺ. പക്ഷേ ആ ഒരു കംഫർട്ട് പാർട്ട് എപ്പോഴും ഉണ്ട്. ഈ പറഞ്ഞ പോലെ BMW മേക്കർ ഇറ്റ്സ് എ ടൂറിംഗ് ബൈക്ക് അല്ലേ? ഇറ്റ്സ് പ്രോപ്പർ ടൂറ്. അപ്പോൾ ടൂറിംഗ് ബൈക്സിൻ്റെ പേർപ്പസ് തന്നെ ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ളതാണ്. 240 എന്നുള്ളത് ഈ ബൈക്ക് ഒന്നുമല്ല. ദിസ് ഇസ് മെയ്ഡ് ടു ഗോ ലൈക്ക് സം 500-600 kilometers. Road actually more than 500 kilometers I have rode. Not on a stretch. Yeah, on a stretch. Okay. More than that kilometers, but this bike I rode around to 400 kilometers. And how was the experience? The experience is quite simple as we compare to what we call a small moped. How you use a moped? It's kind of a cycle you use a moped. അതുപോലെ തന്നെയാണ്, വളരെ ഈസിയാണ്. Like we got all the options like what we do in a S-Class എന്ന് my friend നിമ്മു പറയാൻ കാര്യം, every facility is available. Music, cruise control, പിന്നെ അതിൻ്റെ സീറ്റ്സ് തന്നെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ സീറ്റ് വെഹിക്കിളാണ്. So adjusted ആണ്, എല്ലാം അഡ്ജസ്റ്റബിൾ ആണ്. We got, the bike has got actually ventilated seats. That is actually hot and cold. പിന്നെ നമ്മുടെ ഹാൻഡിൽ ഓൾസോ കോൾഡ് ആൻഡ് ഹോട്ട് ആണ്. നമുക്ക് ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് അതനുസരിച്ച്
അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കംഫർട്ട് സോൺസ് ഉണ്ട്. അതാണ് മുമ്പ് അങ്ങനെ തന്നെ മെൻഷൻ ചെയ്യാൻ കാരണം. ചേട്ടാ പറഞ്ഞില്ലേ പുള്ളിൻ്റെ അടുത്ത് എക്സാക്ട്ലി ഉപയോഗിച്ച് വാക്ക് ചേട്ടാ ശങ്കരേട്ടാ അത് ക്ലാസ് പോലത്തെ വണ്ടികൾ അതുപോലെ കംഫർട്ടാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഒരു ബൈക്ക് അപ്ഗ്രേഡ് പ്ലാൻ ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് ഇൻ യുവർ മൈൻഡ്? വിച്ച് പെർട്ടിക്കുലർ ബൈക്ക്? If I want ഇങ്ങനത്തെ ഒരു മോഡലിലേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കഴിഞ്ഞ് പോകാൻ പറ്റുള്ളൂ. this is the ultimate actually. If you compare to the old bikes, I mean tourer section, not talking about the adventure or anything. If I plan to get one, I will definitely switch to Goldwing, Honda Goldwing. Honda, brilliant bike. Yes. And a close friend, Chatman, he rode last 4 years. He's riding the same bike, Goldwing, and now Last 4 years he's using the yes, same bike. he's first owner I think in Goldwing in Kerala. Okay. And also he's planning to upgrade the same bike, not to switch from any brand. He's planning to upgrade the same Honda Goldwing to the latest model. അപ്പോൾ നേരത്തെ ടൈറ്റ് സൈഡ് സംസാരിക്കുമ്പോൾ വൺസ് എ ബൈക്കർ ഓൾവേസ് എ ബൈക്കർ എന്നാണ് പറയുന്നത്. That's a statement to all riders. ഓൾ റൈഡേഴ്സ്. ഇപ്പോൾ ഗോൾഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലാവുമ്പോൾ ഒന്ന് വൺസ് ഹോണ്ട റൈഡേഴ്സ് ഓൾവേസ് ഹോണ്ട ആയിരുന്നു. എനിക്ക് ഒരുപാട് ഹോണ്ട ഉണ്ടായിരുന്നു. ഐ മീൻ ബ്ലാക്ക് ബേർഡ് ഉണ്ടായിരുന്നു, CBR 1000RR, 600RR, CB400 ഉണ്ടായിരുന്നു. എനിക്ക് ഹോണ്ടോട് എപ്പോഴും സോഫ്റ്റ് കോൺ ഉണ്ടായിരുന്നു. വെൻ യു കമ്പയർ വിത്ത് അതർ ജാപ്പനീസ്, യമഹ ആയാലും സുസുക്കി ആയാലും ഐ ഓൺ ദം ആസ് വെൽ. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ടുവേർഡ്സ് ഹോണ്ട എപ്പോഴും ഉണ്ട്. ഇറ്റ് ഈസ് ഈക്വലി കോമ്പറ്റൻറ്റ് ടു അതർ ജാപ്പനീസ് ബൈക്സ്. യമഹയായിട്ട് കമ്പയർ. പക്ഷേ എനിക്കെന്തോ ഒരു ജാപ്പനീസിൽ ഹോണ്ടയാണ് അൾട്ടിമേറ്റ് ഒരു വിശ്വാസം എനിക്കുള്ളത്. ഇറ്റ് മേ വാരി ഫ്രം ഡിഫറെൻറ്റ് പേഴ്സൺ ടു ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ നൈസ് ടോക്കിംഗ് ടു യു. ലെറ്റ്സ് ഗോ എൻജോയ്. നമ്മുടെ ഫിഷൊക്കെ സെറ്റ് ആവുന്നുണ്ട്. മണം വരുന്നുണ്ട്. Barbecue എല്ലാം set ചെയ്തിരിക്കുകയാണ്. Hope you all join. Sure, I'll be here. Take it. Thank you. മീൻ കട്ടായി പോകണ്ട. എന്നിട്ട് നമുക്ക് ഇങ്ങനെ തോന്നും വില കട്ടായിക്കോട്ടെ. അതെല്ലാവരും ഓപ്പണിംഗ് സെറമണി എടുക്കണ്ടോ അത് നമുക്ക് മുമ്പ് അയച്ചു തരും. ഒരു കമന്റ് പറയാതെ ഓപ്പൺ ചെയ്തത് നമ്മള് ഇന്നത്തെ നമ്മുടെ മനോഹരമാക്കാൻ വേണ്ടിട്ട് ജഷി കോയ കൊണ്ടുവന്നിരിക്കുന്ന ഫിഷ് നമ്മള് അതും ഒരു 5 കിലോന്റെ റെഡ് സ്നാപ്പർ ഇപ്പോ ബാർബിക്യൂ ചെയ്തു ഓപ്പൺ ചെയ്യുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. അതെ, ഇനി ഇത് ഫുഡ് ഇൻസ്പെക്ടർ ചെക്ക് ചെയ്യണം. അത് ഞാൻ തന്നെയാണ്, ഞാൻ ടെസ്റ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അല്ല ആദ്യം ഒരു മിനിറ്റ് ലൈൻ സ്ക്യൂസ്. ഒരു മിനിറ്റ് ലൈൻ സ്ക്യൂസ് എടുത്തായിരുന്നു. മണമുണ്ടല്ലോ അത് ഈ നോമ്പുള്ളവർക്ക് അത് തോന്നണം. നോമ്പ് കാലത്ത് അങ്ങനെ ഇന്നത്തെ ഫുഡിന്റെ ഹൈലൈറ്റ് ഇസ് ജസി കോയ. യെസ്, ആസ് ഓൾവേസ് സോ പാഷനേറ്റ് അബൌട്ട്. തിന്നുന്നതിന് മുമ്പ് എനിക്കൊന്നേ പറയാനുള്ളത്, പടച്ചവനോട് ഒരേ ഒരു പ്രാർത്ഥന, ജഷീഖിന് എന്നും ഇങ്ങനെ സാധിക്കണേ. നമ്മുടെ ഓരോ പ്രോഗ്രാം വരുമ്പോൾ ഇതുപോലത്തെ ഞാൻ നൈഫ് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഞാൻ നൈഫ് ഹാൻഡ് ഓവർ ചെയ്യാണ്. നിങ്ങൾ ആ കർമ്മം ഒന്ന് നിങ്ങൾ തന്നെ ചെയ്യുക. ആദ്യമായിട്ട് പിടിക്കും. ആദ്യമായിട്ട് ഫുഡ് ഇൻസ്പെക്ടർ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു കഷ്ണം എടുത്തിട്ട് ലൂക്കോച്ചിന് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ ലൂക്കോ നോമ്പുകാരനായതുകൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. ശരിക്കും കഴിക്കോ അല്ല പതിയോ ചെറുതിട്ടോ, എൻ്റെ കൂടെ കഴിപ്പിക്കല്ല. എടുത്തോ, അങ്ങനെ എടുക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ചെമ്പല്ലി കുറച്ച് ഹാർഡാണോ എന്ന് ഡൗട്ട് പിടിച്ചപ്പോ. അപ്പോ ഞാൻ ഒഫീഷ്യലായിട്ട് എല്ലാവരും കൂടെ അനുവാദത്തോടി നമ്മുടെ ചെമ്പല്ലിനെ ടെസ്റ്റ് ചെയ്യുക. ഒന്ന് ബർത്ത്ഡേ പാർട്ടിമാരി അപ്പൊ ഞാൻ ഇച്ചിരി നാസർക്ക കൊടുക്കട്ടെ, ഇത്തിരി ജഷിമോനി ഞാൻ കൊടുക്കട്ടെ. അതെങ്ങനെ നിമ്മു കഴിക്കാൻ പറ്റത്തില്ലല്ലോ. നോമ്പില്ലല്ലോ. ചെമ്പല്ലി വന്നപ്പോ നോമ്പുണ്ടായിരുന്നു, അടുത്ത നോമ്പ് ഒഴിവാക്കി ഫിഷ് കഴിക്കാമെന്നാ പറഞ്ഞത് നോമ്പ് കാലത്ത്. ഇതിന്റെ കൂട്ടത്തിൽ ഈ സോസ് കൂടെ ഇടണം, എന്നാലേ അതിന്റെ ഒരു
ഒരു ഫൈനൽ പരിപാടിയിലേക്ക് വരുള്ളൂ. ബാ, ആരും ഈ സോസ് എടുക്കുന്നില്ലേ? I hope you all have enjoyed this segment. എന്താണെന്ന് വെച്ചാൽ ഇതൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഗ്മെൻ്റ് ആണ്. നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് സെഗ്മെൻറ്റ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു റൈഡേഴ്സിൻ്റെ ഒപ്പമുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അവരുടെ എക്സ്ചേഞ്ചിങ് ഓഫ് മെമ്മറീസ്, എക്സ്പീരിയൻസസ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരുപാട് പേര് ഭൂട്ടാനിലേക്ക് പോയിട്ടുണ്ട്, മലേഷ്യ, US പോയിട്ട് ബൈക്ക് ഓടിച്ച ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എപ്പിസോഡിലേക്ക് ഷ്രിങ്ക് ചെയ്യാൻ ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോസിബിൾ. എനിക്ക് എൻ്റെ വ്യൂവേഴ്സിന് ഇവരെല്ലാവരും ജെന്യൂൻ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ലൊരു എപ്പിസോഡാണ് നിങ്ങൾ കണ്ടത് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഒരുപാട് ബൈക്കേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. അവരുടെ എല്ലാം എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കാം. ഇപ്പോൾ നമ്മൾ ഈ കണ്ടെന്നത്തെ എപ്പിസോഡിൽ എല്ലാവരുടെയും എക്സ്ക്ലൂസീവ് ഷൂട്ട്സും വേറെ വരുന്നുണ്ട്. ദാറ്റ് വിൽ ബി ലൈക്ക് ഫോക്കസിങ് ഈച്ച് ഓഫ് ദീസ് റൈഡേഴ്സ്. സോ ഡു വെയിറ്റ് ഫോർ ഇറ്റ്.